പാടികെ. അവകാശങ്ങൾ പ്രാപിച്ചിടാം, ദേശങ്ങളെ കൈവശമാക്കാം. അവകാശങ്ങൾ പ്രാപിച്ചിടാം, ദേശങ്ങളെ കൈവശമാക്കാം. കൂടാരത്തെ വിസ്താരമാക്കാം, ഇടത്തോട്ടും വലത്തോട്ടും പടരാം. കൂടാരത്തെ വിസ്താരമാക്കാം, ഇടത്തോട്ടും വലത്തോട്ടും കൈ കാണിച്ചേ. ഇടത്തോട്ടും വലത്തോട്ടും പടരാം. നിങ്ങൾക്കറിയാവോ, ഈ പാട്ടിന്റെ വരികൾ ഞാൻ എഴുതിയത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 2 വാക്യത്തിൽ നിന്നാണ്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കട്ടെ. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. ഞാൻ ആ വാക്യം പലപ്പോഴും വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ വിശാലത ദൈവമല്ലേ തരണ്ടേ? എൻ്റെ വിശാലത ദൈവമല്ലേ തരണ്ടേ? പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. കൂടാരം ഇരിക്കുന്ന ഇടം, കൂടാരം ഇരിക്കുന്ന സ്ഥലം നീ വിശാലപ്പെടുത്തണം. നീ വിശാലപ്പെടുത്തണം. നീയാണ് ആ വിശാലത കാണേണ്ടത്. നീയാണ് ആ വിശാലത വിശ്വസിക്കേണ്ടത്. നീയാണ് ആ വിശാലതയിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മൾ ക്രിസ്ത്യാനികൾ പലപ്പോഴും മടിയന്മാരാണ്. ദൈവം തരട്ടെ എന്ന് മാത്രം പറയുന്നവരാണ്. പക്ഷെ ദൈവവചനം പറയുന്നത്, നിങ്ങൾ ചിലതിനോട് കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും, നിങ്ങൾ വിശ്വസിച്ചാൽ അങ്ങനെ സംഭവിക്കും. ദൈവം തരട്ടെ എന്ന് പറയുന്നവർ പറയട്ടെ. പക്ഷെ ഇവിടെ പറയുന്നു കണ്ടോ, നീ ഇരിക്കുന്ന സ്ഥലത്തിന്റെ വിശാലത നീയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഏത് സ്ഥലത്താണ്, എത്രത്തോളം വിശാലതയിലാണ് ജീവിക്കേണ്ടതെന്ന് ദൈവം പറയാം, ഞാനല്ല തീരുമാനിക്കുന്നത്, നീ തീരുമാനിച്ചാൽ മതി. നീ തീരുമാനിക്കുന്നത് പോലെ ഞാൻ ചെയ്യാം. കേട്ടോ, ഇത് നമുക്ക് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, മതം ചിന്തിക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല. പക്ഷെ ബൈബിൾ പറയുക, നിന്റെ വിശാലത നീ തീരുമാനിക്കണം. നീ എവിടെയാണ് ആയിരിക്കേണ്ടത് നീ തീരുമാനിക്കണം. 2025 ഫെബ്രുവരി 2 ഞാൻ നിന്നുകൊണ്ട് ഈ മാസത്തിന്റെ ദൂത് പറയുക, ചിലരുടെ വിശാലതകൾ അവർ സ്വപ്നം കണ്ടതുപോലെ ഈ ദിവസങ്ങളിൽ സംഭവിക്കുകയാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമീൻ പറ. നിന്റെ വിശാലത ലോകത്തിൽ ഒരാളുമല്ല തീരുമാനിക്കുന്നത്, ശത്രുവല്ല തീരുമാനിക്കുന്നത്, അപ്പുറത്തെ മന്ത്രവാദിയല്ല തീരുമാനിക്കുന്നത്, ശകുനം പറയുന്നവനല്ല തീരുമാനിക്കുന്നത്, ലക്ഷണം പറയുന്നവനല്ല തീരുമാനിക്കുന്നത്. നിന്റെ വിശാലത നീയാ തീരുമാനിക്കുന്നത്. ഒരു മന്ത്രവാദിക്ക് നിന്റെ വിശാലതയെ തൊടാൻ കഴിയത്തില്ല, നിന്റെ ജീവിതത്തെ തൊടാൻ കഴിയത്തില്ല. നിന്റെ വിശാലത നീയാ തീരുമാനിക്കുന്നത്. നിന്റെ കൂടാരം എവിടെ ഇരിക്കണമെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. എവിടെയാണ് വളരേണ്ടത് നീയാ തീരുമാനിക്കുന്നത്. ഞാനീ പറയുമ്പോ കൈകളടിക്കുന്നവർ കൈകളടിക്കട്ടെ. പക്ഷെ കൈയടിക്കുമ്പോ നിന്റെ അകത്ത് സ്വപ്നം കൂടെ വരട്ടെ. ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്. ഹല്ലേലൂയ. കൈകളടിച്ചിട്ട് നല്ല ആമേൻ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ സ്വപ്നം കാണുന്ന വിശാലതയിലേക്ക് ട്രിവാൻഡ്രം വരാൻ പോകുന്നു. ഞാൻ എവിടെയാ ഇരിക്കേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഇവിടത്തെ പട്ടണം ഭരിക്കുന്ന ശക്തിയല്ല, ഈ ദേശം ഭരിക്കുന്ന ശക്തിയല്ല, ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റ് അല്ല. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി, നീ കാണുന്ന സ്വപ്നം, ദൈവത്തിൽ തന്നെ സന്തോഷിച്ചുകൊള്ളുക, രസിച്ചുകൊള്ളുക, ആനന്ദിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ തരും. നീ സ്വപ്നം കാണുന്നതാ നിനക്ക് തരുന്നത്, നീ ആഗ്രഹിക്കുന്നതാ തരുന്നത്, നീ ചോദിക്കുന്നതാ തരുന്നത്. നിങ്ങളെ അടുത്ത വാചകങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാവോ? അതിന്റെ മലയാളത്തിലെ അടുത്ത വാചകം, നിന്റെ കയറുകളെ നീട്ടുക എന്ന് പറഞ്ഞാൽ നിന്റെ അതിരുകളെ നീ തീരുമാനിക്കണം. അതിന്റെ കൂടെ ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, കയറുകൾ എന്ന് പറയുന്ന ടെന്റിന്റെ അതിന്റെ അഗ്രം കൊണ്ട് കെട്ടുന്ന സ്ഥലമാണ് കയറുകൾ എന്ന് പറഞ്ഞാൽ നിന്റെ അതിരുകൾ നീയാണ് തീരുമാനിക്കേണ്ടത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നിന്റെ അതിരുകൾ നീ തീരുമാനിക്കണം.
നിന്റെ അതിരുകൾ നീ തീരുമാനിക്കണം. അത് ദൈവം എന്തെങ്കിലും തരണേ എന്ന് പറയുന്നവർ അവര് പറയട്ടെ, ദൈവം അവർക്ക് കൊടുക്കട്ടെ. പക്ഷേ അതിരുകളെ തീരുമാനിക്കുന്നവർ ചിലർ ഇതിനകത്തുണ്ട്. എന്റെ അതിരുകൾ ഇവിടെയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നോക്കുന്നത് ഞാൻ നിനക്ക് തരും. നിന്റെ കണ്ണു നോക്കുന്നത് നിനക്ക് ഞാൻ തരും. നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ അഡിബോയ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കാണാം. ആഫ്രിക്കയിലെ ലോഗോസിലുള്ള അഡിബോയ്. അഡിബോയുടെ ചർച്ചിന്റെ വലിപ്പം നിങ്ങൾക്ക് അറിയാവോ? 3 കിലോമീറ്റർ നീളവും 3 കിലോമീറ്റർ വീതിയുമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? 3 കിലോമീറ്റർ വീതി നീളമുള്ള ഒരു ചർച്ച്. 50 ലക്ഷം പേരാണ് ഒരു ഞായറാഴ്ച കൂടുന്നത്. ഇത് ഞാൻ പറയല്ല, യൂട്യൂബിലുണ്ട്. എന്തെങ്കിലും വിളിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയയില ഞാൻ പ്രസംഗിക്കുന്നത്, ലൈവ് പോവുക. എന്തെങ്കിലും പറഞ്ഞ നാളെ ആളുകൾ വെച്ചേക്കത്തില്ല. PG അങ്കിള്, നമ്മുടെ കേരളത്തിലെ PG അങ്കിള്, അദ്ദേഹം അവിടെ പോയി പ്രസംഗിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം, അന്ന് പോയതിൻ്റെ അന്ന് ഒരു ചെറിയ മഴ പെയ്തു, അതിന് 45 ലക്ഷം പേരെ വന്നുള്ളെന്ന്. എന്റെ കൂടെ ഉണ്ട് ഒരു ഹല്ലേലൂയ. 45 പേരല്ല, 45 ലക്ഷമാണ് ഞാൻ പറഞ്ഞേ. അവിടെ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ രക്ഷിക്കപ്പെട്ട ആൾക്ക് സ്റ്റേജിൽ പോകണമെങ്കിൽ 6 ലൈനുള്ള വണ്ടിയുണ്ട്. ബസ്സിൽ കയറിയാലേ അങ്ങ് ചെല്ലാൻ ഒക്കത്തുള്ളൂ, സ്റ്റേജിൽ ചെല്ലാൻ ഒക്കുള്ളൂ. നടന്നു ചെല്ലണമെങ്കിൽ 3/4 മണിക്കൂറാവും. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? സ്വപ്നം കാണുന്നതാ ദൈവം നിനക്ക് തരുന്നതാ. ഒരറ്റത്തു നിന്ന് 1 കിലോമീറ്റർ കാണാൻ കഴിയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എനിക്ക് പറ്റത്തില്ല, നിങ്ങൾക്കും കഴിയത്തില്ല. 3 കിലോമീറ്റർ അപ്പുറത്തൊരു സഭയുണ്ടാകുന്ന ഒരു സ്റ്റേജ് ഒരാൾ സ്വപ്നം കണ്ടെന്നാ. നിന്റെ അകത്തെ കണ്ണിനെ നിനക്ക് 100 കിലോമീറ്ററും കാണാം, 50 കിലോമീറ്ററും കാണാം, 1000 കിലോമീറ്ററും കാണാം, ഇവിടുന്ന് ഡൽഹി വരെയും കാണാം. നിന്റെ കാഴ്ച എവിടെയാണോ അത് നിന്റെ അതിരുകളായിരിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ വിദ്യാഭ്യാസം, നിന്റെ അറിവ്, നിന്റെ കഴിവ്, അത് നിനക്കൊരു ബോർഡർ ലൈൻ വരച്ചിട്ടുണ്ട്. എന്നാൽ നീ പറയേണ്ടത്, ലോകം എനിക്ക് വരച്ച ബോർഡർ ലൈനിലല്ല ഞാൻ ജീവിക്കേണ്ടത്, ദൈവം എന്നോട് കൽപ്പിച്ച വിശ്വാസത്തില. നിന്റെ ജാതി, നിന്റെ മതം, നിന്റെ സമൂഹം, നിന്റെ നിറം, നിന്റെ പാസ്പോർട്ട് നിനക്ക് നൽകുന്ന ഒരു ബോർഡർ ലൈൻ ഉണ്ട്. എന്നാൽ നീ പറയേണ്ടത്, നിന്റെ മതം, നിന്റെ ജാതി, നിന്റെ പാസ്പോർട്ട്, അതിനെയെല്ലാം മറികടക്കുന്നൊരു ദൈവകൃപയുണ്ട്. സ്വപ്നം കാണുന്നവർക്കായി സ്തോത്രം. സ്വപ്നം കാണുന്നവർക്കായി സ്തോത്രം. അടുത്തിരിക്കുന്നവരോട് പറ, അതിരുകളെ തീരുമാനിക്കുക. തിരുവനന്തപുരത്തിന്റെ അതിര്, ഞാനും ജൂലിയ മോളും കൂടെ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് സ്വപ്നം കാണുന്ന സ്ഥലത്തിന്റെ അതിര് അവൾ എനിക്ക് ഗൂഗിളിന്റെ മാപ്പ് കൊണ്ട് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, അങ്കിളെ ഇതാണ് ഇതിന്റെ അതിര്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇസ്രായേൽ ജനത്തെ വേർതിരിച്ച് പറഞ്ഞയക്കുമ്പോ ഇന്ന അതിരുകൾ പറഞ്ഞയച്ചാ വിട്ടതാ. നിന്റെ അതിരുകൾ നീയാ തീരുമാനിക്കേണ്ടതാ. ലോകത്തിനൊരാൾക്കും അതിരുകളിടാൻ നിന്നെ കഴിയത്തില്ല. ഈ പകൽ മനുഷ്യർ നിനക്ക് ചേരെ, മനുഷ്യർ നിനക്കിട്ടിരിക്കുന്ന അതിരുകളെ യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കുകയാണ്. വ്യക്തികൾ നിനക്ക് നേരെ ഇട്ടിരിക്കുന്ന അതിരുകളെ പൊട്ടിക്കുകയാണ്. കുടുംബങ്ങൾ നിനക്കിട്ടിരിക്കുന്ന അതിരുകളെ പൊട്ടിക്കുകയാണ്. സഭ നിനക്ക് നേരെ ഇട്ടിരിക്കുന്ന അതിരുകളെ പൊട്ടിക്കുകയാണ്. വ്യക്തികൾ നിനക്കിട്ടിരിക്കുന്ന അതിരുകളെ പൊട്ടിക്കുകയാണ്. ഞാൻ ആ അതിര് കടക്കുകയാണ്. ആ മോള് പറഞ്ഞു കേട്ടോ, ഞാൻ ജപ്പാനിൽ പോകുകയാണ്, ജപ്പാനിൽ പോകുകയാണ്. ഇന്ത്യയുടെ അതിര് പൊട്ടിയെന്ന രസം. ആമേൻ. നിങ്ങളുടെ ചില അതിരുകൾ ഈ പകൽ പൊട്ടട്ടെ. രണ്ടുപേരോടെങ്കിലും പറ, ഭാഷ നിന്നിൽ കൊണ്ടുവന്ന അതിര് പൊട്ടട്ടെ. ഓ, വിദ്യാഭ്യാസം നിനക്ക് കൊണ്ടുവന്ന അതിര് പൊട്ടട്ടെ. നിന്റെ കഴിവ് നിനക്ക് കൊണ്ടുവന്ന അതിരുകൾ പൊട്ടട്ടെ. ആ അതിരുകളെ ഈ പകൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി കടക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറികടക്കുന്നവർ എഴുന്നേൽക്കുന്നു. അതിരുകളെ മറികടക്കുന്നവർക്കായി സ്തോത്രം. ചില അതിരുകളെ പൊട്ടിക്കുന്നവർക്കായി സ്തോത്രം. ഇന്നലെ ഞങ്ങള് വൈകുന്നേരം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോ അഗസ്റ്റിൻ ബ്രദറിന്റെ ചേട്ടൻ
എന്നോടൊരു ദൂത് പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെളിപ്പാട് കണ്ടു. ഞാൻ ചോദിച്ചു എന്നതാ? അദ്ദേഹം പറഞ്ഞു, ട്രിവാൻഡ്രത്തിൻ്റെ അതിരിൽ ഞങ്ങൾ മതിൽ കെട്ടുകയാണ്. മതിൽ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി, ഞാൻ വന്ന് പറഞ്ഞു അവിടെ പണിയണ്ട, അപ്പുറത്തെ സ്ഥലം കൂടെ മേടിച്ചെന്ന്. ശരി, അപ്പുറത്തേക്ക് മതിൽ പണിയാന്ന് മേടിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് കഴിഞ്ഞ് പണി തുടങ്ങണേക്കാൾ മുമ്പ് വീണ്ടും പറഞ്ഞു അവിടെയും പണിയണ്ട, അപ്പുറത്തതും മേടിച്ചെന്ന്. ഞാനത് കേട്ടപ്പോൾ പറഞ്ഞു, കർത്താവേ, കറക്റ്റ് വെളിപ്പാടാ, ആതിരികളെ വിശാലമാക്കുന്ന. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ ലിമിറ്റ് നിന്റെ ചിന്തയാണ്, നിന്റെ ലിമിറ്റ് മറ്റൊരാളുടെ ചിന്തകളുമാണ്. പറഞ്ഞില്ലേ ഞാന്? നിന്റെ ലിമിറ്റ് നിന്റെ ചിന്തകളും മറ്റൊരാൾ നിന്റെ കൈകളിൽ അടിച്ചേൽപ്പിച്ച മറ്റൊരാളുടെ ചിന്തകളുമാണ്. നീ ഇത്രയൊക്കെ പോകത്തുള്ളൂ, നീ ഇത്രയൊക്കെ എത്തത്തുള്ളൂ, നീ ഇവിടേക്ക് ചെല്ലത്തുള്ളൂ. എന്നാൽ രണ്ടുമല്ല നിന്റെ തലയിലെ ചിന്തയായി കണ്ടത്. വചനം പറയുന്നതായിരിക്കട്ടെ നിന്റെ ചിന്ത. ആതിരികളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് സ്വർഗമാണ്. സ്വപ്നം കാണുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മടിയിൽ തരും അവൻ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ, ശബ്ദമേർത്തി ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്നവരോട് പറ, കാലേബിനെ പോലെ, അക്സയെ പോലെ ചിലർ എഴുന്നേൽക്കട്ടെ. അവരുടെ ആതിരികൾ വിശാലമാക്കുകയാണ്, അവരുടെ ആതിരികളുടെ വിശാലത ഉണ്ടാക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചിലരോട് ഇന്നൊരു ദൂത് പറയുക. ഈ ഞായറാഴ്ച കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച വരുന്നതിനേക്കാൾ മുമ്പ് ചിലരുടെ ലൈഫിൽ അത് വെളിപ്പെട്ടു വരാൻ പോകുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ആതിരികൾ വിശാലമാകുന്നു, ബിസിനസിന്റെ ആതിരികൾ വിശാലമാകുന്നു. ഒരു രാജ്യത്തിലും ഞങ്ങൾ ഇല്ലാത്തതില്ല എന്ന് പറയുന്ന വിധത്തിൽ ഇതിനെ വിശാലമാകുന്നു. ഒരു രാജ്യവും ഞങ്ങൾക്കല്ലാത്തതില്ല. എല്ലാ രാജ്യങ്ങൾക്കും കീഴെ, രാജ്യങ്ങൾക്കും മീതെ ഞങ്ങളുടെ കുടുംബമുണ്ട്, ജീസസ് വേൾഡ് ഉണ്ട്. അതിരുകൾ വിശാലമാകുന്നു. മിനിസ്ട്രിയുടെ അതിരുകൾ വിശാലമാകുന്നു. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മേളിലോട്ട് പോയി അങ്ങ് അരുണാചൽ പ്രദേശ് വരെ അതിരുകൾ വിശാലമാകട്ടെ. USA, യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതിരുകൾ വിശാലമാകട്ടെ. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറ, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ നീയാണ് വിശാലപ്പെടുത്തേണ്ടത്. കൂടാരത്തിന്റെ സ്ഥലത്തെ നീയാണ് വിശാലപ്പെടുത്തേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ ഏൽപ്പിക്കാതെ നീ ദൈവത്തോടൊപ്പം ഇരിക്കണം. സ്വർഗം നിനക്ക് തരുന്ന സ്വപ്നങ്ങൾക്കനുസരിച്ച് നിന്റെ കയറിനെ വലിച്ചു കെട്ടണം. ഇന്നലെ കെട്ടിയെടുത്ത് നീ കെട്ടരുത്, ഇന്നലെ വിചാരിച്ചെടുത്ത് വെക്കരുത്. പകരം അതിരുകളുടെ കയറിന്റെ നീളം കൂട്ടണം. ഹല്ലേലൂയ. 5 ഏക്കർ എസ്റ്റേറ്റ് ഉള്ളവൻ 10 മേടിക്ക്, 25 ആക്ക. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ആമീൻ പറഞ്ഞേ. ഞാനൊരു അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യുന്നയാളാണ്, ഞാനൊരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നയാളാണ്. എന്നെ ഇന്ന് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചു എന്ന് പറയുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ചിലർ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ഇന്ന് നിവർത്തിയാകും. ഞാൻ ഇന്ന് പ്രവചിക്കാൻ പോകുകയാണ്, പ്രസംഗിക്കാനല്ല പോകുന്നത്. വാക്യങ്ങളാണ് പ്രസംഗിക്കാൻ പോകുന്നത്, പ്രവചിക്കാൻ പോകുന്നത്. പക്ഷേ വിശ്വസിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാം, അത് ഒന്നൊന്നായി ഈ ദിവസങ്ങളിൽ നിവർത്തിയാകും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇത് ദൈവശബ്ദത്തിന്റെ മാസങ്ങളാണ്. ഞാൻ കടക്കുന്നത് അതിലേക്ക് കടക്കുന്ന മാസങ്ങളാണ്. This is my new season. This is my new season. Hallelujah. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ദൈവ സാന്നിധ്യം യേശുവിനെ റിലീസ് ചെയ്യുന്നത്, റിവീൽ ചെയ്യുന്നത്, വെളിപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ദൈവ സാന്നിധ്യം യേശുവിനെ റിവീൽ ചെയ്യുന്നത്. അതാണ് ഇനി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? ഇരിക്കാം. നമുക്ക് ദൈവദിനത്തിലേക്ക് വരാം. 1 പത്രോസിലേക്ക് വരാം. അതിന്റെ 3-ാം അധ്യായം എടുക്കാം.
18-ാമത്തെ വാക്യം വായിക്കാം. അവിടെ എഴുതിയിരിക്കുക, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകളും ഒറ്റ വാക്കിൽ പറയും, എൻ്റെ പാപങ്ങൾ മോചിക്കാനാണ്. ഇനി അക്രൈസ്തവരായ ആളുകളോട് ചോദിച്ചാൽ പോലും അവർക്ക് ആ കാര്യം അറിയാം. യേശു വന്നത് പാപികളെ രക്ഷിക്കാനാണ്, പാപികളെ പാപത്തിൽ നിന്ന് മോചിക്കാനാണ്. ഞാനും നിങ്ങളും കുറച്ചും കൂടെ കയറി പറയും, യേശു ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ പാപം മോചിച്ചു, ഞാൻ ഇപ്പോൾ ദൈവത്തിൻ്റെ മോനാണ്, ഞാൻ ദൈവത്തിൻ്റെ മോളാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചുകൊണ്ടെന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. യേശുവിൻ്റെ മരണം എനിക്കൊരു വലിയ കാര്യം കൂടെ തുറന്നു തന്നു. ഈ ലോകത്തിൽ സക്സസ്ഫുള്ളായി ജീവിപ്പാൻ, നിത്യത വരെയും ജയത്തോടെ ജീവിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഞാൻ യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ ഞാൻ ജയാളിയാണ്. ഞാനൊരു തോൽവിയല്ലനി. ഞാൻ യേശുവിൽ ജനിച്ച ദിവസം മുതൽ ഞാൻ ജയത്തിൽ ജീവിക്കുന്നവനാണ്. എന്നാൽ നമ്മൾ വായിച്ച വാക്യത്തിന് ഒരു പ്രധാന അർത്ഥം കൂടെ വായിച്ചത് നമുക്ക് മനസ്സിലാക്കാം. യേശു എൻ്റെ പാപങ്ങൾ മോചിച്ചു എന്ന് വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? നമ്മൾ വീട്ടിൽ പോയിട്ട് വീണ്ടും ഇങ്ങനെ പറയാറില്ല, ദൈവമേ എൻ്റെ പാപങ്ങൾ വീണ്ടും മോചിപ്പിക്കണമേ എന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാറില്ല. പകരം നമുക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ മോനാണെന്ന്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അബദ്ധത്തെ ഈ പകൽ ഞാൻ തിരുത്തുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, യേശു കാൽവറിയിലെ മരണം എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ മോചനം തന്നതുപോലെ വേറൊന്നുകൂടെ സംഭവിച്ചു. കാൽവറിയിൽ യേശു മരിച്ചപ്പോൾ ഞാൻ ദൈവവുമായി അടുപ്പത്തിലായി. എൻ്റെ കൂടെ ഒരു ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. സോളിങ് വരാവോ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചു നേരത്തിൽ പിതാവാം ദൈവം ആയിക്കോട്ടെ. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ശ്രദ്ധിക്കാവോ? ഇത് പിതാവും ദൈവം ആയിക്കോട്ടെ. ഞാനും നിങ്ങളുമാണ് യേശു അടുപ്പിച്ചതെങ്കിൽ എന്നെ ദൈവത്തോട് അടുപ്പിച്ചതാണ് യേശുവിൻ്റെ മരണം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കുറേശ്ശെ അടുക്കുകയല്ല, യേശുവുമായി അടുപ്പിച്ചതാണ്, പിതാവുമായി അടുപ്പിച്ചതാണ് യേശുവിൻ്റെ മരണം. നിങ്ങൾ കൈയടിച്ചല്ലേ? ആമീൻ പറഞ്ഞാട്ടെ. എന്നാൽ നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നത് പിതാവിനോട് എന്നെ അടുപ്പിക്കണേ എന്നാണ്. ഇനി അടുപ്പിക്കാൻ വേണ്ടിയിട്ട് യേശു ഒന്നും ചെയ്യേണ്ട, ആൾറെഡി ഇറ്റ് ഈസ് ഡൺ. യേശു എന്നെ പിതാവുമായി അടുപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ അടുപ്പത്തിൻ്റെ ആഴങ്ങൾ ഈ ദിവസങ്ങൾ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ഞാൻ പ്രവചിക്കട്ടെ നിങ്ങളോട്, ഇതിനകത്ത് ദൈവിക ബന്ധങ്ങളുടെ ആഴങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു. ഇന്നലകളെക്കാൾ കൂടുതൽ ദൈവിക ആഴങ്ങളിലേക്ക് സഭ വരാനായി പോകുന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമേർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്നലെയുള്ള നിങ്ങളുടെ ആത്മീയ ആരാധനയുടെ ആഴം വർദ്ധിക്കുന്നു, പ്രാർത്ഥനയുടെ ആഴം വർദ്ധിക്കുന്നു. ഒരു അധ്യായം വായിക്കുന്നവർ 10ലേക്ക് ഉയർന്നു വരുന്നു, 10 വായിക്കുന്നവർ 20ലേക്ക് ഉയർന്നു വരുന്നു. നിങ്ങളുടെ ആത്മീയ ആഴം ഈ പകൽ മുതൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കൈയടിച്ചില്ല, ആമീൻ പറഞ്ഞില്ല. ഞാൻ പ്രവചിക്കുന്നത് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ രാത്രി മുതൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മീയ ബന്ധങ്ങളുടെ ഒരു ആഴം കൂടെ കർത്താവ് കൊണ്ടുപോവുകയാണ്. ഒരു ഹല്ലേലൂയ പറയാവോ? ഈ അവസാന കാലത്ത് 2 ഗ്രൂപ്പുകൾ ഈ രാജ്യത്തുണ്ടാകും, അല്ല ലോകമെമ്പാടും ഉണ്ടാകും. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പ്രത്യേകത അറിയാവോ? ഒന്നാമത്തെ ഗ്രൂപ്പ് ബൈബിളിലെ വാക്യം മാത്രം മതി എന്ന് പറയുന്ന ഗ്രൂപ്പായിരിക്കും. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ പുറകിൽ നിങ്ങൾ നോടരുത്, അതിനൊന്നും ആവശ്യമില്ല, വചനത്തിലേക്ക് വാ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാകും. എന്നാൽ വേറൊരു ഗ്രൂപ്പ് എഴുന്നേൽക്കും, വചനത്തോടൊപ്പം തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉള്ള ഒരു ഗ്രൂപ്പ് എഴുന്നേറ്റ് വരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമേറിയ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടെ ഒരു ഗ്രൂപ്പ് എഴുന്നേൽക്കുന്നു. ദൈവവചനത്തോടു കൂടെ ഒരു ഗ്രൂപ്പ് എഴുന്നേൽക്കുന്നു. ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു ഗ്രൂപ്പ് എഴുന്നേൽക്കുന്നു. നിങ്ങളുടെ ബന്ധം ഒരു അടി കൂടെ ആഴത്തിലാകുന്നു. ആഴത്തിലേക്ക് ചിലർ കടക്കുന്നു. ആത്മീയ അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് ചിലർ കടക്കുന്നു. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിന്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കാം. ലൂക്കോസ് 11:1. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവർ പറയുന്ന ചോദ്യം ഇതാണ്: കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണമേ.
ചോദിക്കാം, നിങ്ങൾ ആരാണ്? അവർ പറയും യഹൂദന്മാരാണ്. യഹൂദന്മാരുടെ പ്രത്യേകത എന്താണ്? അവരുടെ ജീവിതം തന്നെ പ്രാർത്ഥന പോലെയാണ്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ 5 പ്രാവശ്യം നമസ്കരിക്കുന്നത് പോലെ അവർ പ്രാർത്ഥനയിലാണ് സമയം ചെലവഴിക്കുന്നത്. പക്ഷെ പിന്നെന്താണ്? യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് വേറൊരു പ്രാർത്ഥന പഠിപ്പിക്കാൻ അവൻ ആ പ്രാർത്ഥന പറയാൻ, അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളെ പറയാനുള്ള കാരണം എന്താ? അവർ അതുവരെ പ്രാർത്ഥിച്ച രീതിയിൽ നിന്ന് യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്കൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അവനും ദൈവവും തമ്മിൽ സംസാരിക്കുന്നത് ഒരു വ്യക്തിയോട് പോലെ എന്നവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. മാത്രമല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലെന്ന് മാത്രമല്ല, ആ പ്രാർത്ഥിക്കുന്നത് വിസിബിളായി കാണാനായി തുടങ്ങി. ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു പക്ഷേ പറഞ്ഞാൽ, അവർ പ്രാർത്ഥിച്ചിരുന്ന അനുഭവത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ വേറൊരു ആഴത്തിലേക്ക് യേശു അവരെ കൊണ്ടുപോയി. പത്രോസിന്റെ ലേഖനങ്ങൾ വായിച്ചാൽ അറിയാം, പൗലോസിന്റെ ലേഖനങ്ങൾ വായിച്ചാൽ അറിയാം, യോഹന്നാന്റെ ലേഖനങ്ങൾ വായിച്ചാൽ അറിയാം, അവരുടെ പ്രാർത്ഥനയുടെ റെവലേഷനാണ് പുതിയ നിയമത്തിലെ എപ്പിസ്റ്റലുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയ ഒരു ഹല്ലേലൂയ പറയാമോ? ഞാൻ ഈ സീസണിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് പറയട്ടെ. കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? നിങ്ങളും ദൈവവും തമ്മിൽ ആഴമേറിയ ബന്ധത്തിൻ്റെ ഒരു പടി കൂടി ഈ വർഷം നിങ്ങൾ കടക്കും. ഇന്നലകളിലെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒരു പടി കൂടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. അത് ലോകം അറിയാൻ തുടങ്ങും. ഒരു ഹല്ലേലൂയ പറയാമോ? നിങ്ങളിപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, നിങ്ങളുടെ പാസ്റ്ററായിട്ട് അംഗീകരിക്കുന്നു, നിങ്ങളുടെ അപ്പോസ്റ്റലിനായിട്ട് അംഗീകരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ അതിൻ്റെ രഹസ്യം എന്നാന്ന്? ഞാൻ പ്രാർത്ഥിച്ചത് ദൈവം ഒന്ന് എക്സ്പോസ് ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ല? നൂന്റെ മകൻ അവൻ്റെ പേര് യോശുവ എന്നാണ്. ഹല്ലേലൂയ. ആ ജോഷുവ മോശ കൂടാരത്തെ വിട്ടുപിരിഞ്ഞിട്ടും അവൻ അവിടെ ഇരുന്നു. അതവിടെ എഴുതി വെച്ചു ദൈവം എന്ന് പറഞ്ഞ ദൈവവുമായിട്ടുള്ള അവൻ്റെ അടുപ്പം ദൈവം അങ്ങ് പബ്ലിസിറ്റി ചെയ്തു. നിങ്ങൾക്ക് പിടികിട്ടിയില്ല? ഒരു നല്ല ആമീൻ പറ. അതവിടെ എഴുതി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എഴുതി വെച്ചതിന് കാരണം, യോശുവ മോശ പോയിട്ടും ആ സമയം മുഴുവനും പോയതിനു ശേഷം കൂടാരം വിട്ടുപിരിയുന്നില്ല. അത് സ്വർഗം എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ ദൈവമായിട്ടുള്ള അടുപ്പം എഴുതി വെച്ചു. ഞാനൊരു ദൂത് പറയട്ടെ നിങ്ങളോട്, നിങ്ങളുടെ ദൈവമായിട്ടുള്ള അടുപ്പം ലോകം അറിയാൻ പോകുകയാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? നീയും ദൈവം തമ്മിലുള്ള ക്ലോസ്നെസ് ദൈവം മറ്റൊരാളെ അറിയിക്കാൻ പോകുകയാണ്. യോശുവയുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ക്ലോസ്നെസ് ദൈവം എഴുതി വെച്ചതുപോലെ നിങ്ങളുടെ ബന്ധങ്ങൾ ലോകം അറിയാൻ പോകുകയാണ്. ദൈവവും നിങ്ങളും തമ്മിലുള്ള ആഴമേറിയ റിലേഷൻ ലോകത്ത് പരസ്യമാകാൻ പോകുകയാണ്. അതിന്റെ പേരാണ് ശുശ്രൂഷ, അതിന്റെ പേരാണ് അപ്പോസ്തലികത, അതിന്റെ പേരാണ് പ്രവാചക ശുശ്രൂഷ. നീയും ദൈവവും തമ്മിലുള്ള ബന്ധം നാട്ടുകാരറിയും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ശബ്ദമേറുന്ന ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഞാനും എൻ്റെ ദൈവം തമ്മിലുള്ള ബന്ധം വീട്ടിലറിഞ്ഞപ്പോ എൻ്റെ അമ്മ വിശ്വാസത്തിൽ ഉറച്ചു, എൻ്റെ അപ്പൻ വിശ്വാസത്തിൽ ഉറച്ചു, എൻ്റെ കുടുംബക്കാർ വിശ്വാസത്തിൽ ഉറച്ചു. അത് കുറച്ചും കൂടെ എക്സ്റ്റാബ്ലിഷ് ആയപ്പോ അതൊരു കൂട്ടായ്മയായി മാറി. അത് കുറച്ചും കൂടെ വലുതായപ്പോ പല സഭകളായി തീർന്നു. ഞാൻ നിങ്ങളോട് പറയാം, 10,000 തൊടുന്ന നിങ്ങളുടെ ദൈവബന്ധം ലോകം അറിയാൻ പോകുകയാണ്. നിന്റെ സ്ട്രീറ്റ് അത് അറിയാൻ പോകുകയാണ്. നിന്റെ കുടുംബം മാത്രമല്ല, നിന്റെ പട്ടണം അറിയാൻ പോകുകയാണ്. നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ലോകത്തെ അവൻ അവതരിപ്പിക്കാൻ പോകുകയാണ്. പിശാചിനൊരു സൂത്രമുണ്ടോ? പിശാചും വ്യക്തികളും തമ്മിലുള്ള ബന്ധത്തെ അവൻ എക്സ്പോസ് ചെയ്യാറുണ്ട്. അതാണ് വ്യഭിചാരം, അതാണ് മോഷണം, അതാണ് മറ്റു പലതും. എന്നാൽ ദൈവം എന്ത് ചെയ്യും? അവനും ദൈവവും തന്റെ ദൈവമായിട്ട് ആഴമേറിയ ബന്ധമുള്ളവരെ ദൈവം അങ്ങനെ വീട്ടിനകത്ത് മൂടി വെക്കത്തില്ല, അവൻ അങ്ങ് തുറക്കും. അതാണ് ശുശ്രൂഷകൻ എന്ന പേരിലേക്ക് വരുന്നത്. ഞാൻ നിങ്ങളോട് ചലഞ്ചിങ് വേർഡ് പറയുക. നീ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചത് ആരും അറിഞ്ഞില്ല, നീ രഹസ്യത്തിൽ കർത്താവിനോട് സംസാരിച്ചത് ആരും അറിഞ്ഞില്ല. എന്നാൽ ദിവസങ്ങൾ വരുന്നു, അത് ലോകം അറിയാൻ പോകുന്നു, വ്യക്തികൾ അറിയാൻ പോകുന്നു. Come on, കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമേറുന്ന ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളിൽ പലരും പ്രാർത്ഥിക്കുന്ന ദൈവമേ എന്നെ ലോകത്തിൽ അവതരിപ്പിക്കണേന്ന്. അതല്ല വേണ്ടത്. നീയും ദൈവം നമ്മളുടെ ആഴം ഉണ്ടായാൽ മതി. ആ ആഴമാണ് നാളത്തെ ശുശ്രൂഷ. ആ ആഴമാണ് നാളത്തെ ശുശ്രൂഷ. ജോഷുവ
നിന്നെ ദൈവം അവതരിപ്പിച്ചത് ആദ്യം എങ്ങനെയാ? അവൻ മോശ പോയിട്ടും എൻ്റെ അടുക്കൊന്നും പോയിട്ടില്ല. ഇവനെ കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യിക്കും, എൻ്റെ അവകാശങ്ങളെ വിതരണം ചെയ്യുവാൻ ഞാൻ അവനെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ആഴമേറിയ ബന്ധമുള്ളവനെയാ ദൈവം അടുത്ത നിലവാരത്തിൽ കൊണ്ടുപോകുന്നത്, അടുത്തൊരു ജനറേഷന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നീ പ്രാർത്ഥനയിലും ദൈവസന്നിധിയിലും ചെലവഴിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചലഞ്ച് ചെയ്തൊരു വേർഡ് പറയാം. അടുത്ത ജനറേഷനെ നിന്നിലൂടെ അടുത്ത ജനറേഷനെ അവൻ അവതരിപ്പിക്കും. ആഴമേറിയ ബന്ധം. എല്ലാവരും പറ, ആഴമേറിയ ബന്ധം. അടുത്തിരിക്കുന്നവരോട് പറ, ആഴമേറിയ ബന്ധം, ആഴമേറിയ ബന്ധം. ഹല്ലേലൂയ. ഞാൻ ലോകത്തിൽ ആരോടും പറയാത്തതാ ഞാൻ എൻ്റെ സോളിയോട് പറഞ്ഞിട്ടുണ്ട്. അവളെ പോലെ അടുപ്പ് എനിക്ക് ലോകത്തിൽ ആരോടും ഇല്ല എന്നതുപോലെ എൻ്റെ കർത്താവിനെ അടുപ്പം കൂടുതലുള്ളവരോട് അവൻ രഹസ്യം കൂടുതൽ പറയും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കരഞ്ഞോണ്ടാ പറയുന്നത്, സ്വർഗത്തിന്റെ രഹസ്യം സൂക്ഷിക്കുന്നവർ പട്ടണങ്ങളിൽ എഴുന്നേൽക്കുന്നു. സ്വർഗത്തിന്റെ രഹസ്യം സൂക്ഷിക്കുന്നവർ പട്ടണങ്ങളിൽ എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവർ പട്ടണങ്ങളിൽ എഴുന്നേൽക്കുന്നു. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ഇത് നിന്നോടുള്ള ദൂതാന്ന് തോന്നിയ റിസീവ് ചെയ്തോ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തിന്റെ രഹസ്യങ്ങളെ കൊണ്ടു നടക്കുന്നവരാകും. ഈ ഭൂമിയിൽ ദൈവമായുള്ള ബന്ധത്തിൽ എന്നെ നിലനിർത്തേണ്ടതിന് വേണ്ടിയാണ് ദൈവം തന്റെ ആത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പഴയ നിയമത്തിൽ പെട്ടകമായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവാണ്. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? പെട്ടകം മാറ്റപ്പെട്ടപ്പോൾ ന്യായാധിപന്മാർ മാറ്റപ്പെട്ടപ്പോൾ പ്രവാചകന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് ദൈവം തന്നത്. പരിശുദ്ധാത്മാവുമായിട്ട് ആരെങ്കിലും ആഴമേറിയ റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഈ വർഷത്തെ മെസ്സേജ് ദിസ് ഇയർ ഓഫ് പ്രസൻസ്, ദൈവ സാന്നിധ്യത്തിൻ്റെ വർഷമാണ്. ആരെങ്കിലും ആ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർ രഹസ്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാകും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാം. ഒരു വ്യഭിചാരിണിയായ സ്ത്രീ, അവളെ വ്യഭിചാരിണി എന്നാ വിളിക്കുന്നേ. പക്ഷെ ഞാൻ വിളിക്കുന്നത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 5 കെട്ടിയവളെന്നേ വിളിക്കാൻ ഒക്കത്തുള്ളൂ. ആദ്യത്തെ ഡിവോഴ്സ് നടന്നു, അവൻ വേറൊരാളുടെ കൂടെ ഓടിപ്പോയി. രണ്ടാമത്തെ ഡിവോഴ്സ് നടന്നു, അല്ലെങ്കിൽ വേറൊരു കാര്യം ഉണ്ടായി. അങ്ങനെ 5 ഡിവോഴ്സ് നടന്നു. 6ാമത്തതിൻ്റെ കൂടെ ലിവിങ് ടുഗദറാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ശരിയാവോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? അവൾ യേശുവിൻ്റെ അടുക്കൽ സംസാരിക്കാൻ തുടങ്ങി. അടുത്തിരിക്കുന്നവരോട് പറ, വ്യഭിചാരിണി യേശുവിനോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. വ്യഭിചാരിണി യേശുവിനോട് സംസാരിക്കുന്നു. വേറൊരാളോട് പറ, പാപിനിയായവൾ യേശുവിനോട് സംസാരിക്കുന്നു. വേറൊരാളോട് പറ, അഴുക്കിൽ ജീവിക്കുന്നവൾ യേശുവിനോട് സംസാരിക്കുന്നു. ആ സംസാരത്തിന്റെ ആഴം വർദ്ധിക്കാൻ തുടങ്ങുന്നു. ആരെങ്കിലും പരിശുദ്ധാത്മാവുമായി ആഴം ഉണ്ടായാൽ ആദ്യം ഉണ്ടാകുന്ന കാര്യം ആ ആളിനോടാണ് യേശു കർത്താവ് ആദ്യമായി പറഞ്ഞത്, ഞാനാണ് മശിഹ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? എന്ന് പറഞ്ഞാൽ മറ്റാർക്കും വെളിപ്പെടാത്തത് ആരെങ്കിലും സാന്നിധ്യത്തിനകത്തിരുന്നാൽ അവർക്കത് വെളിപ്പെട്ടു വരും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ഒരു ആമേൻ പറഞ്ഞു. ശബ്ദമേറി ഹല്ലേലൂയ പറഞ്ഞു. ഇതുവരെ എഴുതിയിട്ടില്ലാത്തത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ആരെങ്കിലും ദൈവ സാന്നിധ്യത്തിനകത്ത് ഈ ദിവസങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവെങ്കിൽ, ഞാൻ എൻ്റെ സോളിയോട് എൻ്റെ രഹസ്യങ്ങൾ പറയുന്നത് പോലെ, എൻ്റെ ജീവിത രഹസ്യങ്ങൾ പറയുന്നത് പോലെ, എൻ്റെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നത് പോലെ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നവർ ഈ പട്ടണത്തിലും എഴുന്നേൽക്കും. ലോകത്തിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശക്തമായി പ്രയോജനപ്പെടുന്നത് പാസ്റ്റർ ക്രിസ് എന്ന് പറയുന്ന വിദ്വാസന്. ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധിച്ചൊരു പ്രത്യേകത, അദ്ദേഹത്തെ പോലെ രഹസ്യം പങ്കുവയ്ക്കുന്ന വേറെ ആരുമില്ല. ഒന്നും കൂടെ ഞാൻ പറയാം, ഇത്രത്തോളം ദൈവിക രഹസ്യങ്ങൾ തുറന്ന ഒരു ദൈവവൃത്തിനെയും ഞാൻ കണ്ടില്ല. ഉണ്ടായിരിക്കാം, ഞാൻ കണ്ടില്ല.
അദ്ദേഹം പറഞ്ഞത്, ഈ വർഷത്തെ ന്യൂ ഇയറിൻ്റെ സർവീസിൽ അദ്ദേഹം പറഞ്ഞത് 8 ബില്യൺ ആളുകളാണ് ലോകത്തുള്ളത്. 5 ബില്യൺ ആളുകളോട് അദ്ദേഹം ഒരു വഴി അല്ലെങ്കിൽ വേറെ വഴി സുവിശേഷം പറഞ്ഞു എന്ന് പറഞ്ഞ് 500 കോടി ആളുകളോട് അദ്ദേഹം ഗോസ്പൽ അറിയിച്ചു. ഇനി 3.5 കോടിയും കൂടെ ഉള്ളൂ, അത് തീർന്ന കർത്താവ് വരുമെന്ന്. നിങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡ് മനസ്സിലാവുമെന്ന് പോലും എനിക്കറിയത്തില്ല. നമ്മൾ 500 പേരോട് പറഞ്ഞെത്തിച്ചിട്ടില്ല, അവിടെ 5 മില്യൺ പറയുന്നേ. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് സ്വന്തം കറൻസി ഉണ്ട്, സ്വന്തം ബാങ്ക് ഉണ്ട്, സ്വന്തം സ്ഥലമുണ്ട്, സ്വന്തം സിറ്റി ഉണ്ട്. ആർ യു ഫോളോയിങ്? സ്വന്തം ഇൻ്റർനെറ്റ് ഉണ്ട്. നമ്മുടെ അംബാനിക്കുള്ളതിനേക്കാൾ വലിയ ഇൻ്റർനെറ്റിൻ്റെ സാമ്രാജ്യം അവർക്കുണ്ട്. സ്വന്തം ചാറ്റുണ്ട്, കിങ്സ് ചാറ്റ് എന്ന പേര്, ഞാനും അതിൽ ചേർന്നിട്ടുണ്ട്, വാട്സപ്പ് പോലെ. അവരുടേതായ പ്രോപ്പർട്ടികൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. വേറൊരു ലോകം. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും നമുക്ക് സ്വന്തമായൊരു കറൻസി ഉണ്ടാവുന്ന വട്ടാന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? സ്വന്തമായ സിറ്റി പുള്ളിക്കുണ്ടെന്ന്. 25,000-30,000 ഏക്കറുള്ള സ്വന്തമായ സിറ്റി ഉണ്ടെന്ന്. ഞാൻ പറ്റിയെങ്കിൽ മാർച്ചിൽ അവിടെ പോകുന്നുണ്ട്, സാധിക്കുമെങ്കിൽ. എനിക്ക് തോന്നുന്നു $10,000 ആവും. താമസിക്കുന്നത് അവരുടെ സ്വന്തം ഹോട്ടലിലാണ്. പുറത്തെ ഹോട്ടലിൽ താമസിക്കാനൊക്കത്തില്ല. രഹസ്യങ്ങളെ പങ്കുവെക്കുന്ന ആളുകളെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അവരും ദൈവവും അടുപ്പമുണ്ട്. ആ അടുപ്പങ്ങൾ രഹസ്യങ്ങളെ കൊണ്ടുവന്നു. ആ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തയാളെ ദൈവം അങ്ങ് എക്സ്പോസ് ചെയ്യും. എന്നിട്ട് പറയും, ഇവനെ നോക്കാം, ഇവൻ എൻ്റെ രഹസ്യങ്ങളെ കൊണ്ട് നടക്കുന്നയാളാ, നിനക്കിത് പ്രയോജനപ്പെടും. നിങ്ങളെന്താ കൈയടിക്കാത്തൊരു ഹല്ലേലൂയ പറയാവോ? ഞാൻ ഒരിക്കൽ ഇവിടെ നിന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഓർമ്മിക്കുന്നോ? ഹിഡൻ ആയിട്ടുള്ളതെല്ലാം ദൈവത്തിൻ്റെയാണ്. അടുത്തൊരു വാചകം ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഹിഡൻ ആയിട്ടുള്ളതെല്ലാം വാല്യുബിൾ ആണ്. മറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെതുവാ. മറഞ്ഞിരിക്കുന്നതെല്ലാം വിലയുള്ളതാ. സ്വർണം മറഞ്ഞായിരിക്കുന്നത്, രത്നങ്ങൾ മറഞ്ഞായിരിക്കുന്നത്, ഇവിടെയുള്ള പല പല വിലപിടിപ്പുള്ളതും മറഞ്ഞായിരിക്കുന്നത്. അതേപോലെ വിലപിടിപ്പുള്ള ആത്മീയ രഹസ്യങ്ങളും മറഞ്ഞായിരിക്കുന്നത്. ആരാണോ അവനുമായി ക്ലോസർ ആകുന്നത് അവർക്ക് അവനത് തുറന്നു കൊടുക്കും. അത് തുറന്നു കൊടുക്കാനുള്ള ഏജന്റായിരുന്നു പരിശുദ്ധാത്മാവ്. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ആ പരിശുദ്ധാത്മാവുമായിട്ട് ആരെങ്കിലും ക്ലോസർ ആയാൽ യേശുവിൽ നിന്നുള്ളതെല്ലാം അവൻ എനിക്ക് പറഞ്ഞു തരാനായി തുടങ്ങും. ഒന്നുപോലുമില്ലാതെ സ്വർഗം നിന്നോട് പങ്കുവയ്ക്കാൻ റെഡിയാണ്. ആരാണോ ഈ വർഷം അടുത്ത ലെവൽ ഓഫ് ദൈവമായ ആഴമേറിയ ബന്ധത്തിലേക്ക് ഉയർന്നു വരുന്നത്, അവർ രഹസ്യങ്ങളെ കൊണ്ടു നടക്കുന്നവരാകും. രഹസ്യങ്ങളെ കൊണ്ടു നടക്കുന്നവരാകും. ആ ബക്കറ്റും എടുത്തന്നെ. രഹസ്യങ്ങളെ കൊണ്ടു നടക്കുന്നവരാകും. ഹല്ലേലൂയ. എൻ്റെ ഭാഷയിൽ പറഞ്ഞ രഹസ്യങ്ങളെ കൊണ്ടു നടക്കുന്നവരാകും. രഹസ്യങ്ങളെ കൊണ്ടു നടക്കുന്നവർ, രഹസ്യങ്ങളെ കൊണ്ടു നടക്കുന്നവർ. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാടി വ്യാഖ്യാനിക്കപ്പെടരുത്. ഇതിൽ നിന്ന് പൈസ എടുത്ത് തറയിടുക, തെറ്റാടി വിവരിക്കാണ്ട് പേര് ചിന്തിക്കല്ലേ. രഹസ്യങ്ങളെ കൊണ്ടു നടക്കുന്നവർ മാത്രമല്ല, രഹസ്യങ്ങളെ വിതരണം ചെയ്യുന്നവരാകും. വിലയുള്ളതിനെ വിതരണം ചെയ്യുന്നവരാകും. വിലയുള്ളതാണ് രഹസ്യങ്ങൾ. അതിനെ അവർ വിതരണം ചെയ്യുന്നവരാകും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഇതിനകത്ത് ആരെങ്കിലും രഹസ്യങ്ങളെ വിതരണം ചെയ്യുന്നവരുണ്ടോ? അവരുടെ വില നിങ്ങൾക്ക് അറിയാവോ? കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, എന്താ ഈ മരിച്ചവൻ എഴുന്നേക്കാത്തത്? എന്താ ക്യാൻസർ രോഗി സൗഖ്യമാകാത്തത്? എന്താ പാണ്ട് മാറാത്തത്? എന്താ മുടി വളരാത്തത്? എന്താ കഷണ്ടി തീരാത്തത്? ചില ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്നാൽ ചില ചോദ്യങ്ങളിലെ മറുപടികൾ വരുന്ന വർഷമായി ഈ വർഷം കേട്ടോ. ഐ എം ചലഞ്ചിങ് യു. ദൈവം തന്റെ സഭയെ തന്റെ രഹസ്യങ്ങളെ അറിയിച്ചിട്ട് ആദിമ സഭയ്ക്കുണ്ടായ ഉണർവിന്റെ 1000 മടങ്ങ് മഹത്വത്തിലേക്ക് സഭയെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്ന കാലങ്ങൾ വരുന്നു. കുറച്ചും കൂടെ കയറി പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഞാൻ പറയുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു വലിയ ഗുഡ് ന്യൂസ് എനിക്ക് പറയാനുണ്ട്. അതെന്താ? 3.5 കൊല്ലം കൂടെ കൊണ്ട് നടന്ന ശിഷ്യന്മാർക്ക് യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് യേശു ചെയ്ത എന്നാന്നറിയോ? അപ്പോസ്തലപ്രവൃത്തി 1:1 വാക്യം. യേശു അവരുടെ അടുക്കിലേക്ക് 40 ദിവസം ഇറങ്ങി വന്നു. എന്നിട്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചു കൊടുത്തു. സ്വർഗ്ഗനോട് പറഞ്ഞു, തുടക്കക്കാർക്ക് അത് ആവശ്യമായിരുന്നു.
ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാനത് പറഞ്ഞതാ ഒരിക്കലും 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നീ ഒപ്പം നടന്ന ആളോട് നീ അങ്ങനെ ചെയ്തുവെങ്കിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിങ്ങൾക്ക് എത്രയധികം വേണം? സ്വർഗം പറഞ്ഞ മറുപടി, അന്ത്യകാലത്ത് അവർക്ക് ഞാൻ രഹസ്യങ്ങളെ പങ്കുവെച്ചതിനേക്കാൾ ആഴമേറിയത് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ പോകുകയാണ്. ഞാൻ ഒരിക്കൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രവാചകനായ ശമൂവേലിനെ ആത്മാവിൽ കണ്ടു. ഞാൻ ഇതോട് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ 7 പ്രധാന കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം ഇന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യം, ആദ്യത്തെ പ്രൊഫറ്റിക് സ്കൂൾ, പ്രവാചക സ്കൂൾ തുടങ്ങിയത് പുള്ളിയായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യം, എന്തായിരുന്നു സബ്ജക്റ്റ്, എന്തായിരുന്നു പഠിപ്പിച്ചത്? നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? കാരണം പ്രവാചകന്മാരെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഒന്നും പുതിയ നിയമത്തിലില്ല, പഴയ നിയമത്തിലും ഇല്ല. എന്താ പഠിപ്പിക്കുന്ന? സ്വപ്നം കാണാൻ പഠിപ്പിക്കാൻ പറ്റുമോ? പ്രവചിക്കാൻ പഠിപ്പിക്കാൻ പറ്റുമോ? സ്വർഗം പറഞ്ഞു, യെസ്, എനിക്ക് അവിടെ ഒരു കരിക്കുലം ഉണ്ടായിരുന്നു. നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? കൈയടിച്ചൊരു ഹല്ലേലൂയ പറയാവോ? ഞാനും പ്രകാശ് ബ്രദറും ഒരിക്കൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചൊരു വാചകം നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ബൈബിളിലെ പുതിയ നിയമമൊന്നും പൗലോസും പത്രോസും പ്രസംഗിച്ചതല്ല. ഒന്നും കൂടെ ആവർത്തിക്കാം. പൗലോസും പത്രോസും പ്രസംഗിച്ചതല്ല പുതിയ നിയമം. പകരം അവിടെ സഭകളിൽ പ്രശ്നമുണ്ടായപ്പോൾ പ്രശ്ന പരിഹാരത്തിന് എഴുതിയത് ആ പുസ്തകത്തിലെ ലേഖനങ്ങൾ. അപ്പോൾ അവർ പ്രസംഗിച്ചത് എന്തി? നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ, സഭയിൽ, കൊരിന്ത സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി എഴുതിയതായിരുന്നു കൊരിന്ത്യർക്കുള്ള ലേഖനം. ഗലാത്യ സഭകളിൽ ഉണ്ടായ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായിരുന്നു ഗലാത്യ സഭകൾക്ക് വേണ്ടി പുസ്തകം എഴുതിയത്. അപ്പോൾ അവർ പ്രസംഗിച്ചത് അല്ല ഈ പുസ്തകത്തിൽ എഴുതിയത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അപ്പോൾ അവർക്ക് അറിയാവുന്നതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഒരുപക്ഷെ അറിയാവുന്നതെല്ലാം എഴുതി കാണാം. സ്വർഗനോട് പറഞ്ഞു, ജോണേ, ഈ വരുന്ന നാളുകളിൽ ക്ലോസ്നെസ്സിലേക്ക് സഭ വരും. ഒരു രഹസ്യവും നിങ്ങൾക്കാർക്കും മറഞ്ഞിരിക്കത്തില്ല. പറയുമ്പോൾ സങ്കടം വരുന്നു, ആനന്ദം വരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യ. ഇതിനകത്തിരിക്കുന്ന പലരും അത് അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ തുള്ളിച്ചാടി യേശുവിനെ വിളിച്ചാട്ടെ. We are going to enjoy the secret of the heaven. We are going to enjoy the secrets. യേശുവിന്റെ ശിഷ്യന്മാരോട് യേശു സംസാരിക്കുമ്പോൾ പറഞ്ഞ വാചകമാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു, ദൈവരാജ്യത്തിന്റെ താക്കോലുകൾ നിങ്ങൾക്ക് തരുന്നു. യേശു അത് പബ്ലിക്കിനോട് പറഞ്ഞില്ല, തൻ്റെ ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളാകുന്ന താക്കോലുകൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. എല്ലാവർക്കും ഉള്ളതല്ല താക്കോല് അവനോട് അടുത്തിരിക്കുന്നവനുള്ളതാ. ആരെങ്കിലും അവനോട് അടുത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അനേകരെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നവരായി അവര് മാറുവാനായി തുടങ്ങും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞങ്ങളിപ്പോൾ ദരിദ്രരെങ്കിലും അനേകരെ അനുഗ്രഹത്തിലേക്കും സമ്പന്നതയിലേക്കും നടത്തുന്നവരാ ഞങ്ങളെന്നോ. ഓഹോ, why പൗലോസേ like that? പൗലോസിന് പറയാനുള്ളത്, സ്വർഗീയ രഹസ്യങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്, ആ പങ്കുവെച്ചത് ആരെങ്കിലും സ്വീകരിച്ച അവർ അനുഗ്രഹത്തിനകത്തേക്ക് കയറുകയാണ്. സ്വർഗീയ മർമ്മങ്ങളുടെ കലവറയായി ചിലര് എഴുന്നേക്കാൻ പോകുകയാണ്. സ്വർഗീയ രഹസ്യങ്ങളുടെ കലവറയായി ജീസസ് വേൾഡ് മാറാൻ പോകുകയാണ്. രഹസ്യങ്ങളെ പങ്കുവെക്കുന്നവരായി ചിലർ എഴുന്നേൽക്കുകയാണ്. ഞാനിത് സഭയിൽ റിലീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാനിത് പറയുമ്പോഴാണ് സഭയിൽ ഇത് ഉണ്ടായി വരാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് സ്വർഗീയ മർമ്മങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ ഈ സഭയിൽ എഴുന്നേൽക്കുന്നു, ഈ കൂട്ടത്തിൽ എഴുന്നേൽക്കുന്നു. വേണ്ടവർ അതിനെ ചാടി പിടിച്ചോ.
യോഹന്നാൻ 15:26 കർത്താവ് പറയുവോ, അവൻ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ആത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് അവൻ സാക്ഷീകരിക്കും എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചുള്ളത് അവൻ നിന്നോട് പങ്കുവെക്കും. ഇതുവരെ ഇല്ലാത്ത രഹസ്യങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ശിഷ്യന്മാർക്ക് 40 ദിവസം വെളിപ്പെട്ടെങ്കിൽ എനിക്കും അതേ യേശു വെളിപ്പെട്ട് വരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. We are going to see him face to face. മുഖാമുഖം കാണാൻ പോകുന്നു. യെശയ്യാ 45 രണ്ടാമത്തെ വാചകം, ഞാൻ നിങ്ങൾക്ക് മുമ്പായി പോകും. ഇടയനെ കുറിച്ച് പറയുക, യേശുവിനെ കുറിച്ച് പറയുക. താമ്രവാതിലുകളെ ഓടാമ്പലുകളെ പൊട്ടിച്ചു കളയും, ഇരുമ്പ് വാതിലുകളെ പൊളിച്ചു കളയും. നിന്റെ മുമ്പിലുള്ള സകല തടസ്സങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവം തീർക്കും. എന്നിട്ട് പറയുക, ഇരുട്ടിലുള്ള നീതിഗുപ്തങ്ങളെ ഞാൻ തുറന്നു തരും. ആത്മീയ രഹസ്യങ്ങൾ മാത്രമല്ല, ഭൗതിക നന്മകളുടെ സീക്രട്ടുകൾ ദൈവം നിങ്ങൾക്ക് ചിലർക്ക് തുറന്നു തരും. ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇത് നിങ്ങളുടെ സീസണാണ്. ദൈവം ചില ട്രഷറുകളെ നിങ്ങൾക്ക് തുറന്നു തരികയാണ്. ഇരുട്ടിലെ നിധിഗുപ്തങ്ങൾ, എല്ലാവരും പറ, ഇരുട്ടിലെ നിധിഗുപ്തങ്ങൾ. നിങ്ങൾ നിധി കിട്ടിയവനാന്ന് ആരെങ്കിലും കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ആ ആൾക്ക് അവരുടെ അപ്പന്റെ കാലത്ത് നിധി കിട്ടിയതാ. ചിലർ പറഞ്ഞു അമ്മിക്കല്ല് കിട്ടി, അമ്മിക്കുഴ കിട്ടി. കേട്ടിട്ടില്ലേ നിങ്ങൾ പറയുന്നത്? മൊത്തം സ്വർണ്ണമായിരുന്നു, അവരങ്ങനെ കോടീശ്വരന്മാരായതാ. കേട്ടിട്ടില്ലേ നിങ്ങളാരും? നിധി കിട്ടിയവൻ എന്ന് പറയുന്നത് ഇന്നലെ വരെ 0 ആയിരുന്നയാള് പെട്ടെന്ന് ആദിസമ്പന്നനാകും. ഇന്നലെ വരെ 0 ആയിരുന്ന ആത്മീയ നിലവാരത്തിൽ ഉണ്ടായിരുന്നവർ ഒറ്റ സെക്കൻഡ് കൊണ്ട് അയാളുടെ വാക്കുകളിൽ അസാധാരണത്വം വെളിപ്പെടും. ചർച്ചിന് നിധിയെ ദൈവം തുറന്നു കൊടുക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന് ദൈവം നിധിയെ തുറന്നു തരികയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ചിലതുണ്ടായി എന്ന് പറയുവാൻ. ഞാൻ ഈ പറയുന്ന വാക്കുകൾ എല്ലാവർക്കും വേണ്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ടോ? കാരണം ഇത് പ്രസംഗമായിട്ടും ഇന്നത്തെ ആവേശത്തിന്റെ മെസ്സേജ് ആയിട്ടൊക്കെ ചെയ്തിട്ട് പോകുന്നവരുണ്ടോ? പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നിൽക്കണം കേട്ടോ, പോയിക്കളയല്ലേ, ഒരു കാലവരിയ പറഞ്ഞാട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെയുള്ളവർ അങ്ങനെ പോക്കട്ടെ. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പ്രവചിക്കുകയാണെന്നും നിങ്ങളോട് സംസാരിക്കുകയാണെന്നും വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ഒരു കൊട്ടയ്ക്കകത്ത് വാരിയെടുത്തു കൊണ്ടുപോകുന്നത് പോലെ തന്നോടുള്ള ദൂതാന്ന് ഗ്രഹിക്കുന്നവർ ഇതിനകത്ത് മടങ്ങിപ്പോകുന്നത് കൊള്ള പങ്കിട്ടവരെ പോലെയാകാൻ പോകുന്നു. ആത്മാവ് ചലിക്കുന്നല്ലോ, പരിശുദ്ധി ആത്മാവ് ചലിക്കുന്നല്ലോ, പരിശുദ്ധി ആത്മാവിന്റെ ശക്തി ചലിക്കുന്നല്ലോ. ലൂക്കോസ് 5:5 നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമോ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിൽ നിന്റെ വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാം. എൻ്റെ പ്രതീക്ഷയിലെ ഈ പത്രോസ് എന്ന് പറയുന്ന ആള് മീൻ പിടിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ, മീൻ പിടിക്കുന്ന ആ വഞ്ചിക്കകത്ത് ഒരു സ്രാങ്ക് എന്ന് പറഞ്ഞൊരാൾ കാണും, ഹെഡ്, എൻ്റെ തലപ്പാൻ പുള്ളിയായിരിക്കും. പുള്ളിയും കൊണ്ടേ ആളുകൾ പോകത്തുള്ളൂ. അതിൻ്റെ കാരണം മീനിൻ്റെ ഇളക്കം അവർക്ക് വേഗത്തിൽ അറിയാം. അവരാണ് എവിടെ വലയിടണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ശരിയാണെന്ന് അറിയുന്നവരാരെങ്കിലൊക്കെ ഉണ്ടോ? ആരുമില്ല, എനിക്ക് മാത്രം അറിയാം. ഓക്കെ, ഒരു നല്ല ആലോചന പറഞ്ഞിട്ട് അതിന് തലപ്പും കാണും അതിനകത്ത്. സ്രാങ്കായ എൻ്റെ ഭാഷയിൽ പറഞ്ഞ തലപ്പനായി കഴിഞ്ഞാൽ പത്രോസിനും അറിയത്തില്ല മീൻ എവിടെയുള്ളതെന്ന്. വീശി നോക്കി, നടന്നില്ല. കണ്ടതാ മീൻ്റെ ഇളക്കം, പക്ഷെ കൈ വന്നില്ല. അടുത്തിരിക്കുന്നവരോട് പറ, കണ്ടതാ മീൻ്റെ ഇളക്കം എന്ന് പറഞ്ഞ മീൻ്റെ ഇളക്കം കണ്ടിട്ടാണ് പത്രോസ് വീശിയത്. പക്ഷെ ആ വലയിലകപ്പെട്ടില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എറിഞ്ഞതാ, നടന്നില്ല. പക്ഷെ കർത്താവ് അവനോട് പറയുക എന്ന് പറഞ്ഞ, സ്വർഗം ഒരു കാര്യത്തെ തുറന്നപ്പോ അത് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത റിസോഴ്സായി.
എനിക്ക് പത്രോസിനോട് ചോദിക്കാനുണ്ട്, ഇത്രയും നേരം എവിടായിരുന്നു മീൻ ഒളിച്ചിരുന്നത്? അവൻ പറയും, അത് തന്നെയാ ബ്രദറെ നിങ്ങൾക്കും അറിയാത്തത്. ഇത്രയും നേരം ഈ വഞ്ചിയുടെ വലതുവശത്ത് ഇതുണ്ടായിരുന്നു, അത് തന്നെയാ മനസ്സിലാക്കാത്തത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ കാണാത്തതിനെ ദൈവം തുറന്നു തന്നാൽ അത് നിന്റെ വീടിന്റെ സ്ഥിതിഗതിയെ മാറ്റിക്കളയും. ഹല്ലേലൂയ. ചിലരോടുള്ള ദൂത് പറയുക, ഇതുവരെ നിന്റെ കൈകളിൽ വരാത്തതാ, എന്നാൽ ദൈവം നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതാ. ഈ പകൽ സ്വർഗം തുറക്കുകയാണ്. ഞങ്ങൾ വിശ്വാസത്തോടെ എന്നൊന്ന് ശ്രദ്ധിക്കണേ. ദൈവം ഞങ്ങളോട് വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ ഞങ്ങളുടെ കൈകളിൽ വരാത്തത്. ഈ പകൽ ഞങ്ങൾ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. കയറേണ്ടവർ കയറ, വിശ്വാസത്തോടെ കയറ. ഹല്ലേലൂയ. അനുമോളും കൂടെ വാ. ദൈവം ഞങ്ങളോട് വാഗ്ദത്തങ്ങൾ പറഞ്ഞത്, എന്നാൽ ഇതുവരെ ഞങ്ങളുടെ കൈകളിൽ വരാത്തത്. വിശ്വാസത്താൽ ഞങ്ങൾ ആ പ്രതലത്തിനകത്തേക്ക് കയറുകയാണ്. ഒന്നും കൂടെ കയറാ. ദൈവം ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങള്, ഇതുവരെയും പ്രവേശിക്കാൻ കഴിയാത്ത ആത്മീയ അനുഭവങ്ങൾക്കകത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഭൗതിക അനുഭവങ്ങളിലേക്ക് അകത്ത് പ്രവേശിക്കുകയാണ്. ചിലരവിടെ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾ അവരെ ശ്രദ്ധിക്കരുത്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് തുള്ളിച്ചാടിയിട്ട് പറ, ഞാൻ അതിനകത്തേക്ക് കയറുകയാണ്, ഞാൻ അതിനകത്തേക്ക് വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കല്ലേ. Do something now. Receive your miracle now. അസാധാരണമായത് ദൈവം ചെയ്യുന്നു. 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 അതുവരെ കാണാതിരുന്നത് ഒറ്റ സെക്കൻഡിൽ യേശുവിന്റെ വാക്കിൽ, യേശു പറഞ്ഞ ആ നിമിഷത്തിൽ വെളിപ്പെട്ടതുപോലെ ഈ സെക്കൻഡിൽ ചിലത് നിങ്ങളുടെ ആത്മാവിൽ വെളിപ്പെടുകയാണ്. പുതിയ ചില സ്പിരിച്വൽ മിനിസ്ട്രി കൂടെ വെളിപ്പെടുകയാണ്. പ്രവചന ശുശ്രൂഷയുടെ അടുത്തൊരു പ്രതലം വെളിപ്പെടുകയാണ്. രോഗശാന്തിയുടെ അടുത്തൊരു പ്രതലം വെളിപ്പെടുകയാണ്. ഇപ്പോൾ ഇതുവരെ മറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോൾ തുറന്നു വരികയാണ്. എന്റെ കൂടെ എത്തിയോ നിങ്ങള്? ഇതുവരെ മറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോൾ അത് തുറന്നു വരികയാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ആ വരുന്നതിന്റെ പ്രത്യേകത പറയാവേ. ദൈവം എന്തെങ്കിലും തുറക്കുകയാണെങ്കിൽ വേദപുസ്തകം പറയുന്നത്, കിട്ടിയവർക്ക് സംഭ്രമം പിടിച്ചു. അടുത്തിരിക്കുന്നവരോട് പറ, കിട്ടിയവർക്ക് സംഭ്രമം പിടിച്ചു. കിട്ടിയവർക്ക് സംഭ്രമം പിടിച്ചു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചുകൊണ്ട് പറ, ലഭിച്ചവർക്ക് സംഭ്രമം ഉണ്ടായി. പെട്ടെന്ന് ആ വലക്കകത്തേക്ക്, ആ വല ഉൾക്കൊള്ളുന്നതിനേക്കാളും വലിയൊരു മീൻകൂട്ടം കയറി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിക്കുക. പെട്ടെന്ന് ആ വലക്കകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളും, ആ വഞ്ചിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നേക്കാളും, ആ വീടിന് ഉൾക്കൊള്ളാൻ കഴിയുന്നേക്കാളും മറ്റൊരു വഞ്ചിയിൽ നിറയ്ക്കുന്ന വിധത്തില് അതിനകത്തേക്ക് മീൻ കയറി. ഹല്ലേലൂയ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ദൈവദിനത്തിൽ നിന്ന് ചില പഠിപ്പിക്കണമെന്ന് ചിന്തിക്കുക. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നോ വെയിറ്റ് അണ്ടിൽ ഞാൻ നിന്നോട് പറയാം, അതുവരെ നീ പ്രവചിച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വരണ്ട അസ്ഥികളോട് പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോ അതിന് മേൽ അസ്ഥികളിൽ മാംസം വന്നുവെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഈ ദിവസങ്ങളിൽ സംഭവിക്കും. ചർച്ചിനകത്ത് ആത്മീയ രഹസ്യങ്ങൾ കൊണ്ട് സഭ നിറയും. ഞാനും എൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്നവരും ആരൊക്കെ ഇതിനോടൊപ്പം നിൽക്കുന്നുവോ അവർ ആത്മീയ രഹസ്യങ്ങളെ പങ്കുവെക്കുന്നവരാകും. ദൈവരാജ്യത്തിലെ ന്യായശാസ്ത്രിമാരെ പോലെ പുതിയതും പഴയതും വിളമ്പുന്നത് പോലെ
അങ്ങനെ ഒരു കൂട്ടം എഴുന്നേൽക്കുന്നു. നിങ്ങൾക്കറിയാവോ, ഇസ്രായേൽ ജനത്തെ ലോകം മുഴുവൻ ഭയപ്പെടുന്നൊരു കാരണമുണ്ട്. കാരണം എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പുറകിൽ ചിലരെങ്കിലും ഇസ്രായേൽ ആളുകളാണ്. പല രഹസ്യങ്ങളും കണ്ടുപിടിച്ചതവരാ. അതിന്റെ കാരണം ഇന്ന് നമ്മളെല്ലാവരും പറയും അമേരിക്കയുടെ പല സയന്റിസ്റ്റുകളിലും കൂടുതൽ പങ്കും ആരാണ്? ജ്യൂസാണ്. ജ്യൂസിനെ വിട്ട് അവരൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണം നടക്കുമ്പോൾ ഒരു ബന്ധക്കോസ് മാസ്റ്റർ പ്രാർത്ഥിക്കും, ഒരു കത്തോലിക്കൻ പ്രാർത്ഥിക്കും, അടുത്തത് യഹൂദനാ പ്രാർത്ഥിക്കുന്നേ. കാരണം അത്രത്തോളം അമേരിക്ക ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് അവൻ്റെ ജ്ഞാനമാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. അവൻ്റെ അകത്ത് ഇതുവരെ ഇല്ലാത്ത ആശയങ്ങൾ ഉണ്ടാകുകയാണ്. എന്താ അതിൻ്റെ കാരണം എന്നറിയോ? അത് ദൈവമക്കൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേകതയാ. രഹസ്യങ്ങൾ മനസ്സിലാകും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. സമ്പത്തിന്റെ രഹസ്യങ്ങൾ പിടികിട്ടും, സ്വർഗീയ രഹസ്യങ്ങൾ പിടികിട്ടും. അതാ ഈ ദിവസങ്ങൾ സാധാരണമായി ഒഴുകാൻ തുടങ്ങും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കാൻ ആമീൻ പറയാം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയും ഇസ്രായേൽ ജനത്തെ ദൈവം സ്വന്തം മകനായിട്ടാണ് കാണുന്നേ. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുവോ, 2 മണിയായി കാണും. ആ സമയത്ത് കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ജോണേ യെശയ്യാ 56:3 മുതൽ വായിക്കാൻ. ഞാനതിൻ്റെ 5-ാമത്തെ വാക്യം, ഇന്നത്തെ പ്രസംഗമല്ലതാ, 5-ാമത്തെ വാക്യം എടുത്തു. ആ 3 മുതൽ 5 വരെ വായിക്കുക. അവിടെ ഇസ്രായേൽ അല്ലാത്ത ജാതീയ ഭാഗത്തു നിന്ന് വന്ന ആളുകളെ കുറിച്ച് ദൈവം ചെയ്യാൻ പോകുന്ന, അന്ത്യകാലത്തിൽ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുക. ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകത്തിനകത്തും പുത്രിപുത്രന്മാരെക്കാൾ വിശേഷമുള്ള ഒരു ജ്ഞാപകവും നാമവും കൊടുക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ യഹൂദിനേക്കാൾ ശ്രേഷ്ഠമേറിയ ഒരു പദവിയെ ദൈവം തരുമെന്ന്. യഹൂദൻ ജഡത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഞാൻ ആത്മാവിൽ നിന്നുള്ളതാണെന്ന്. യഹൂദൻ ജഡത്തിന്റെ സന്തതിയാണെങ്കിൽ ഞാൻ വാഗ്ദത്ത സന്തതിയാണെന്ന്. ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടായതാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അടുത്ത വാചകം പറയുന്നത്, ഛേദിക്കപ്പെടാത്തൊരു നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. നിങ്ങൾ 3 മുതൽ വായിക്കണം. അസാധാരണമായ ചിലത് ദൈവം നിങ്ങൾക്ക് തുറന്നു തരികയാണ്. ഓ സഭയെ വിശ്വസിച്ചോ. ആരെങ്കിലും ഈ ഹോളിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാകും, പുതിയ നന്മകൾ ഉണ്ടാകും. ഒരു പെരുത്ത മീൻകൂട്ടം നിന്റെ വലയിൽ കയറും. അടുത്തിരിക്കുന്നവരോട് പറ, ലോകത്തിന്റെ അറ്റത്തോളം നീ സുവിശേഷമായി പോകും. ഞാനൊരു വാചകം പറയട്ടെ. ഒരു ലോകത്തിന്റെ അറ്റത്തു നിന്നാണ് KFC വന്നത്. ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പോത്തൻകോട് വരെ ഉണ്ട്. ഒരപ്പച്ചൻ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത് തുടങ്ങിയ കാര്യമാ. ഒരു കോൾഗേറ്റ് എന്ന പേസ്റ്റ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തു തുടങ്ങിയ അമേരിക്കയിലെ പ്രസ്ഥാനമാ. ഇനി കോൾഗേറ്റ് കിട്ടാതെ ഏതെങ്കിലും ഗ്രാമമുണ്ടോ? നിന്റെ ബിസിനസ്സും സുവിശേഷം പോലെ അങ്ങ് ഗ്രാമത്തിന്റെ മുക്കുമൂലയിലും കയറും. വേണമെങ്കിൽ റിസീവ് ചെയ്യാം, വേണമെങ്കിൽ റിസീവ് ചെയ്യാം. I believe in miracles. I believe in supernaturals. സുവിശേഷം ചെന്നതുപോലെ ദൈവമക്കളുടെ നന്മകളുടെ ഭാഗമാകുന്ന ബിസിനസ്സുകളും മുക്കിലും മൂലയിലും ചെന്നു. ഞാൻ ചിന്തിക്കുന്നത്, കോൾഗേറ്റിനകത്ത് ഒരു വാക്യം കൂടെ എഴുതി വെച്ചിരുന്നെങ്കിൽ ആളുകൾക്ക് മനസ്സിലായേനെ ഇത് ദൈവത്തിൽ നിന്നുള്ള പ്രൊഡക്റ്റാണ്. എൻ്റെ കൂടെ 90% സുവിശേഷ വിലയ്ക്കാണ് പോകുന്നേ. ഇനി കോൾഗേറ്റിന്റെ പ്രത്യേകത, അത് മറ്റെല്ലാ പേസ്റ്റിനെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ അത് മോശയുടെ പാമ്പാണ്. ഇത്രയൊക്കെ മതി. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിലത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സീസണാന്ന് വിശ്വസിക്കുന്നവർ വല കീറുമാറ്, വഞ്ചി നിറയുമാറ്, സംഭ്രമം പിടിക്കുമാറ്. പറ, വല കീറുമാറ്, വഞ്ചി നിറയുമാറ്, സംഭ്രമം പിടിക്കുമാറ്. ആവർത്തിക്കാം, വല കീറുമാറ്, വഞ്ചി നിറയുമാറ്.
സംഭ്രമം പിടിക്കുമാറ്. ദൈവിക നന്മകൾ ആത്മീയമായി ഉളവാകും, ഭൗതികമായി ഉളവാകും. This is my season. Power of the Holy Spirit. 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 എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരിശുദ്ധാത്മാവുമായി ബന്ധത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവന്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമോ? ഞാൻ യോഹന്നാൻ 14:16 പറയുക, ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അയക്കും. അടുത്ത വാചകം നിങ്ങൾക്കറിയാം, ലോകം അവനെ കാണത്തില്ല, പക്ഷെ നിങ്ങൾക്കും അവനെ കാണാം. അവൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും അവനോട് കൂടെ ജീവിക്കും. അടുത്ത വാചകം നിങ്ങൾക്കറിയാവോ? 19:18, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. എന്നിട്ട് പറയുക, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ശ്രദ്ധിച്ചോണേ. ഞാൻ ചോദിക്കട്ടെ, കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഞാൻ പോയതിനു ശേഷം അയക്കുമെന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? യെസ്. പരിശുദ്ധാത്മാവിനെ ഞാൻ പോയതിനു ശേഷം അയക്കുമെന്നല്ലേ പറയുന്നേ? ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ല, ഞാൻ മേലോട്ട് പോകാന്നല്ലേ നീ പറയുന്നേ? യെസ്. പിന്നെന്താ നീ പറയുന്നത്? അതിൻ്റെ കൂടെ ഞാൻ വരുമെന്നും കൂടെ പറയുന്നേ. ആരെങ്കിലും പരിശുദ്ധാത്മാവുമായി ബന്ധത്തിലാകുമ്പോൾ യേശു അടുക്ക നിൽക്കുന്നു എന്ന് വിചാരിച്ചോണം. ആരെങ്കിലും പരിശുദ്ധാത്മാവ് ആഴമേറിയ ബന്ധത്തിലേക്ക് വരുമ്പോ സ്വർഗത്തിലെ തൊന്തപുത്രൻ നിന്റെ വലതുവശത്ത് നിൽക്കുന്നു എന്ന് വിചാരിച്ചോണം. രാജാതി രാജാവ്, യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്റെ വലത്ത് നിൽക്കുന്നു എന്ന് അറിഞ്ഞോണം. ഞാനൊരു മർമ്മം പറയട്ടെ. യഹൂദ ഗോത്രത്തിലെ സിംഹത്തെ നിനക്ക് നിന്റെ അടുക്കൽ കൊണ്ടുവരണമെങ്കിൽ ഒരു സിമ്പിൾ വഴി, പരിശുദ്ധാത്മാവുമായി സംസർഗമുണ്ടായാൽ, ആ സംസർഗത്തിന്റെ ആഴം കൂടിയാൽ, യേശു പറയോ, ഞാൻ പിന്നെ അവിടെ ഇരിക്കത്തില്ല, നിന്റെ അടുക്കലേക്ക് വരും. On who have a good conversation, on who have a good relationship, on who have a good fellowship with the Holy Spirit, that moment you can experience the Lion of Judah. The Lion of Judah, my Jesus is closer to you. That moment you can experience it. എന്ന് പറഞ്ഞാൽ എൻ്റെ ദൂത ശ്രദ്ധിച്ചോ, ഈ പകലുകളിൽ ദൈവവുമായി സമയം ചെലവഴിക്കുന്ന, അല്ല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ചെലവഴിക്കുന്ന അവർ യേശുവിനെ മുഖാമുഖം കാണുകയാണ്. They are going to see face to face. യോഹന്നാൻ 4:26 ഞാൻ തുടങ്ങിയത്. ആ സ്ത്രീ യേശുവുമായി, പരിശുദ്ധാത്മാവുമായി സംസാരിക്കുകയാണ്. യേശു അവൾക്ക് അവനെ തന്നെ തുറന്നു കൊടുക്കുകയാ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് സ്പിരിച്വലി വളരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കണം. അവൾക്ക് യേശുവിനോട് സംസാരിച്ചപ്പോൾ കൺവിക്ഷൻ ഉണ്ടായി, ആത്മീയ ബോധ്യങ്ങളുണ്ടായി. എല്ലാവരും പറ. അവള് അതുവരെ ഉണ്ടായിരുന്ന അവൾ വന്ന ഉദ്ദേശം കളഞ്ഞു. അടുത്തിരിക്കുന്നവരോട് പറ, വന്ന ഉദ്ദേശം കളഞ്ഞു. കഴുതിയെ തേടി നിർത്തി. ഞാൻ സ്പിരിച്വലായ കാര്യങ്ങളാണ് പറയുന്നത്. ഞാനിത് ഷോർട്ടായിട്ട് കയറി പോകാൻ ശ്രമിക്കുന്നേ. വിശദീകരിച്ച എല്ലാം എനിക്ക് പറയാനൊക്കാത്തതുകൊണ്ട് ഷോർട്ടായി പറയുക. ശ്രദ്ധിച്ചേ, അവൾ തൻ്റെ കോടം അവിടെ വെച്ചു. വെള്ളം കോരാനാ വന്നത്, കോടം അവിടെ വെച്ചു. തനിക്ക് ലഭിക്കപ്പെട്ട ആത്മീയ അനുഭവമായി പട്ടണത്തിലേക്ക് ചെന്നു. അവൾ വാ തുറന്നപ്പോ പട്ടണത്തിലെ ആളുകൾ അവളുടെ കൺവിക്ഷൻ, അവളുടെ ആത്മീയ ബോധ്യം അവരുടെ അകത്തേക്കും കൂടെ വരാനായി തുടങ്ങി. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. നിന്റെ അകത്ത് ലഭിച്ചിരിക്കുന്ന ആത്മീയ ബോധ്യങ്ങൾ പട്ടണങ്ങളെ സ്വാധീനിക്കാനായി പോകുന്നു. വേണ്ടവർക്ക് റിസീവ് ചെയ്യാം. ഇന്ന് നീ നിന്റെ വീട്ടിലെ നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുന്ന, തിരുവനന്തപുരത്തിലെ 1000-1500 പേര് കൂടുന്ന ഈ കൂട്ടായ്മയുടെ പങ്കുവയ്ക്കുമെന്ന് പറയുന്ന സ്ഥിതി മാറിയിട്ട് പട്ടണങ്ങൾ ഇത് നിമിത്തം ഇളകാൻ പോകുന്നു.
നിന്റെ അകത്ത് ലഭിക്കപ്പെട്ട ആത്മീയ ബോധ്യങ്ങൾ നിമിത്തം പട്ടണങ്ങൾ ചലിക്കാൻ പോകുന്നു. പട്ടണങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നു. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറ, നിനക്ക് ലഭിക്കപ്പെട്ട ആത്മീയ അനുഭവങ്ങൾ നിമിത്തം പട്ടണങ്ങൾ വ്യത്യാസപ്പെടാൻ പോകുന്നു. പട്ടണങ്ങൾ തിരിയാൻ പോകുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യോന എന്നൊരാളുടെ ഒരു പ്രസംഗം ഒരു പട്ടണം മുഴുവൻ രൂപാന്തരപ്പെടുത്തി. ഒറ്റ പ്രസംഗം. അങ്ങനെ രൂപാന്തരപ്പെട്ട ഒരു പ്രസംഗം ബൈബിളിൽ പഴയ നിയമ ചരിത്രത്തിലില്ല. ഞാൻ ചോദിക്കും, അതെന്താ ഇത്ര എഫക്റ്റീവ് ആയത്? അവൻ പറയും, അതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ടോ. ദൈവം അയച്ച മീനിന്റെ അകത്ത് വന്നയാളാ ഞാൻ. ഈ തിമിംഗലത്തിന് പല്ലുണ്ടോ ഇല്ലയോ എന്ന് ഞാനിതുവരെ തപ്പി നോക്കിയിട്ടില്ല. പക്ഷേ അവൻ അതിനകത്തേക്ക് വീഴുന്നതിന് ഒരു പല്ലും തടസ്സമായില്ലെന്ന് എനിക്കിന്നറിയാം. ആ തിമിംഗലത്തിന്റെ കുടലിനകത്ത് ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ കുടലിലെ ആസിഡിനകത്ത് അവന് ശ്വസിക്കാൻ പറ്റിയെന്ന് എനിക്കറിയാം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ശബ്ദമേർന്നൊരു ഹല്ലേലൂയ പറ. യോനയ്ക്കൊരു കാര്യം അറിയാം, നിനവയിലേക്ക് ഞാൻ വന്നത് സ്വർഗീയ പ്ലാനിലാണ്. എന്റെ ഒരു വാക്ക് മതി, പട്ടണം തലതിരിയും. നിന്റെ ഉള്ളിലെ ആത്മീയ അനുഭവങ്ങൾ മതി പട്ടണങ്ങളെ പിടിച്ചു കുലുക്കാൻ. അടുത്തിരിക്കുന്ന 1, 2, 3 ആളുകളുടെ കൈ കൊടുത്തിട്ട് പറ, സോളി ഇത് നിന്നോടുള്ള ദൂത. പട്ടണങ്ങളെ കുലുക്കി മറിക്കുന്ന, ഇളക്കി മറിക്കുന്ന ആത്മീയ അനുഭവങ്ങളിലേക്ക് ദൈവം സഭയെ, വ്യക്തികളെ എഴുന്നേൽപ്പിക്കുകയാണ്. സ്വർഗവുമായി കോൺവെർസേഷൻ നടക്കുക. ഒരു പാപിനിയായ സ്ത്രീ, അവളെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ലീവിങ് ടുഗദർ ആണ്. പക്ഷേ ആ സംഭാഷണം കഴിഞ്ഞിട്ട് അവളുടെ സംഭാഷണം ആരെങ്കിലും കേൾക്കുവോ? ആരെങ്കിലും അവളുടെ സംഭാഷണത്തെ അനുസരിക്കുവോ? സാക്ഷ്യമില്ലാത്ത ആരെങ്കിലും വന്ന് തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് ആരെങ്കിലും കേൾക്കുവോ? അവളെ ഞങ്ങൾക്ക് അറിയാമെന്നല്ലേ പറയത്തുള്ളൂ. പക്ഷേ യേശുവുമായി സംഭാഷണം കഴിഞ്ഞിട്ട് സാക്ഷ്യമില്ലാത്ത, ആത്മീയ ജീവിതമില്ലാത്ത, ഒരു നൽപേരുമില്ലാത്ത അവൾ പട്ടണത്തിലേക്ക് ചെല്ലുകയാ. നീ പറയുന്നില്ലേ എനിക്ക് കഴിവില്ല, അറിവില്ല, അനുഭവങ്ങളില്ലെന്ന്? അല്ല, കർത്താവുമായി സംസാരിച്ച അനുഭവമായിട്ടാണ് നീ പോകുന്നതെങ്കിൽ പട്ടണങ്ങൾ ഇളകിയേ ഒക്കത്തുള്ളൂ. പട്ടണങ്ങൾ ഇളകിയേ ഒക്കത്തുള്ളൂ. ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നതിന് നിന്റെ അറിവൽ വേണ്ട, കഴിവ് വേണ്ട, ഒരു വാക്കു മതി. അവൾ നീണ്ട പ്രസംഗം പ്രസംഗിച്ചു എന്ന് പറഞ്ഞില്ല, യേശുവുമായി പങ്കുവച്ചത് അവൾ പറഞ്ഞു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. യേശുവും അവളും തമ്മിലുള്ള സംഭാഷണം പറഞ്ഞു. അടുത്തിരിക്കുന്നവരോട് പറ, ആദ്യത്തെ സുവിശേഷ പ്രസംഗം, ആദ്യത്തെ റിവൈവൽ തിയോളജിയിൽ നിന്നുണ്ടായതല്ല, യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നുണ്ടായതാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്ക് ആമേൻ പറയാം. ഒന്നും കൂടെ പറയാം. ആദ്യത്തെ ഉണർവുണ്ടായത് പഠിച്ച, അറിഞ്ഞ ന്യായശാസ്ത്രിയെയോ പരീക്ഷനെയോ അല്ല ദൈവം ഉപയോഗിച്ചത്. യേശുവുമായി സംഭാഷണം നടത്തിയ ഒരേ ആളെയാണ് യേശുവിന്റെ ഉണർവിനായി ഉപയോഗിച്ചത്. ഈ പകൽ ഇവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുക, ആരെങ്കിലും എന്റെ കർത്താവുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ അവരാണ് ഉണർവ്, അവരാണ് ഉണർവ്, അവരാണ് ഉണർവ്, അവരാണ് ഉണർവ്, അവരാണ് ഉണർവ്. ഉണർവിനെ കൊണ്ടുവരുവാൻ ഒരു സൂത്രവാക്യവും നീ പഠിക്കണ്ട. യേശുവിനെ കേട്ടാൽ മതി, യേശുവിനോട് സംസാരിച്ചാൽ മതി. 7 പോയിന്റും വേണ്ട, 10 പോയിന്റും വേണ്ട, യേശുവുമായിട്ടുള്ള ബന്ധം മതി. നിങ്ങൾ കാണാൻ പോകുന്ന ഉണർവിന്റെ വലിപ്പം അതാണ്. യേശുവിനെ അറിഞ്ഞു, യേശുവിനെ മനസ്സിലാക്കി,
ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ചിലതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഇതാ ഒരാൾ, അയാളുടെ പേര് ജൈറസ് എന്നാണ്. സാന്നിധ്യത്തിൽ വന്ന് ആരാധിക്കുന്ന ഒരു മനുഷ്യൻ, അല്ല, ദൈവ സാന്നിധ്യത്തെ ആരാധിച്ചൊരു മനുഷ്യൻ. അവന്റെ പ്രത്യേകത അറിയാവോ? അവൻ അത്ഭുതങ്ങൾ സ്വപ്നം കാണാൻ കഴിയുമായിരുന്നു. അവന്റെ പേരെന്താ? ജൈറസ്. ദൈവ സാന്നിധ്യത്തെ ആരാധിച്ച മനുഷ്യൻ. അവൻ അത്ഭുതങ്ങളെ സ്വപ്നം കാണുന്നവനായിരുന്നു. തൻ്റെ മോളും മരിച്ചു. പക്ഷെ അവൻ പറയുന്നത് കണ്ടോ? നീ ഒന്ന് വന്ന് തൊട്ടാൽ അവൾ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ആരെങ്കിലും സാന്നിധ്യമായിട്ടിരുന്നാൽ അവരുടെ വിശ്വാസം 10 മടങ്ങാകും. നിന്റെ അത്ഭുതത്തിന്റെ രഹസ്യം എന്നാണെന്നറിയോ? നിന്റെ അറിവല്ല, നീ കേൾക്കുന്ന ദൈവശബ്ദമാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമീൻ പറ. നീ കേട്ട ദൈവശബ്ദം പറയുന്നതാണ് ഉണർവ്. നീ കേട്ട ദൈവശബ്ദം വിശ്വസിക്കുന്നതാണ് അത്ഭുതം. അത്ഭുതത്തിന്റെ രഹസ്യം അതാണ്. അവനുമായി യേശു പോകുകയാ. താൻ ആരാധിക്കുന്നവനും അവനും ഒരുമിച്ച് സഞ്ചരിക്കുകയാ. പെട്ടെന്നൊരാൾ ഇടയിൽ വന്നിട്ട് പറയുവാ, ഞാൻ പറയും അതിന് പിശാചിന്റെ ഏജന്റ് എന്നാ. മോള് മരിച്ചുപോയി, ഇനി വലിയ കാര്യമൊന്നുമില്ല. ആരാധിക്കുന്നവൻ കരഞ്ഞില്ല, ആരാധിക്കുന്നവനെ നോക്കിയതേ ഉള്ളൂ. എങ്ങനെയാ പറയുന്നേ? ആരാധിക അയ്യോ എന്ന് പറഞ്ഞില്ല. അവൻ യേശുവിനെ നോക്കിയപ്പോൾ കർത്താവ് പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ ചോദിച്ചു എന്നോ അവൻ പറഞ്ഞു എന്നോ ഒന്നും എഴുതിയിട്ടില്ല. ആ യേശു അവനോട് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യേ. അവൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞ, മരിച്ചു എന്ന് റിപ്പോർട്ട് പറഞ്ഞത് അവരുടെ മുമ്പിൽ വെച്ച ആ സമയത്ത് അവൻ മിണ്ടുന്നില്ല, യേശു അവനോട് മിണ്ടുകയാ. ഒരു ഹല്ലേലൂയ പറയാവോ? പല റിപ്പോർട്ടുകൾക്കും നീ മിണ്ടണ്ട, യേശു അതിനു വേണ്ടി മിണ്ടും. പല റിപ്പോർട്ടുകൾക്കും നീ മിണ്ടണ്ട, എന്റെ യേശു പ്രതികരിക്കും. പല റിപ്പോർട്ടുകൾക്കും നീ മിണ്ടണ്ട, എന്റെ യേശു പ്രതികരിക്കും. എന്റെ യേശു പ്രതികരിക്കും. അവൻ പ്രതികരിച്ചതറിയാവോ? വിശ്വസിച്ചാൽ മതി. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് മരിച്ചതിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കാൻ കൃപയുണ്ടാകും. ആരെങ്കിലും യേശുവിന്റെ കൂടെ നിന്നാൽ അവർക്കൊരു ധൈര്യം വരും. എന്റെ മരണപ്പെട്ടത് തിരിച്ചു വരും, എന്റെ മരണപ്പെട്ട ആത്മീയ അനുഭവം തിരിച്ചു വരും, എന്റെ മരണപ്പെട്ട യൂട്രസ് തിരിച്ചു വരും, എന്റെ മരണപ്പെട്ട ആരോഗ്യം തിരിച്ചു വരും, എന്റെ മരണപ്പെട്ട ബ്രെയിൻ തിരിച്ചു വരും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വേദപുസ്തകം പറയുന്നത് യേശുവുമായി അവൻ വീട്ടിലേക്ക് മടങ്ങി ചെന്നു. വേദപുസ്തകം പറയുന്നത് അവിടെ ഒരു കൂട്ടം പരിഹസിക്കുന്നവരുണ്ട്. യേശുവുമായി നടക്കുന്നവരെ പരിഹാസികൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടായെന്ന് വരാം. പക്ഷേ പരിഹാസിയുടെ നടുവിൽ മരിച്ചു ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയുന്ന സ്ഥലത്ത് യേശു മറുപടി കൊടുക്കുകയാണ്. നിന്നെ പരിഹസിക്കുന്നവരുടെ നടുവിൽ നിന്റെ മറുപടി വെളിപ്പെട്ട് വരും. നിന്റെ മരണം അതിന് ഉത്തരം നൽകും. എവിടെയാണോ മരിച്ചു കിടക്കുന്നത്, പരിഹാസികളുടെ നടുവിൽ നിന്റെ മരണം തന്നെ നിനക്കൊരു ഉത്തരവാകും. നിന്റെ തകർച്ച തന്നെ നിനക്കൊരു ഉത്തരമാകും. നിന്റെ വേദന തന്നെ നിനക്ക് ഉത്തരമാകും. നിന്റെ വേദനയാണ് ആളുകൾ പരിഹസിക്കുന്നതെങ്കിൽ, നിന്റെ വേദനയാണ് ആളുകൾ കുറ്റം പറയുന്നതെങ്കിൽ, നിന്റെ വേദനയാണ് അപമാനത്തിന് കാരണമായതെങ്കിൽ, ആ പരിഹസിക്കുന്നവരുടെ നടുവിൽ വേറെ സ്ഥലത്ത് വെച്ചല്ല, അവരെ പുറത്താക്കിയിട്ട് അവൻ അത്ഭുതം ചെയ്യും. അവരെ പുറത്താക്കിയിട്ട് അവൻ അത്ഭുതം ചെയ്യും. കേരളത്തിൽ അവനെ പുറത്താക്കിയിട്ട് അവൻ അത്ഭുതം ചെയ്യും. കേരളത്തിൽ അവനെ നീക്കിക്കളഞ്ഞിട്ട് അവൻ അത്ഭുതം ചെയ്യും. കേരളത്തിൽ അവനെ നീക്കിക്കളഞ്ഞിട്ട് നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ദേശത്തിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യും. ആ കൈകളൊന്ന് അടിച്ചൊരു നല്ല ആമീൻ പറ. This is my season. This is my season. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നു. ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്, പ്രസംഗിക്കുകയല്ല. എനിക്ക് നിങ്ങളോടൊന്ന് പ്രവചിക്കാൻ ആഗ്രഹമുള്ളത്. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന വാദപുസ്തകത്തിൽ നിന്നല്ലേ ആണ്. ആരെങ്കിലും സാന്നിധ്യത്തോടു കൂടെ നടന്നാൽ അവൻ്റെ വീട്ടിലെ മരണവും ജീവനെ കാണും. അടുത്തിരിക്കുന്നവരുടെ കൈയോടുത്തോ പറ, നിന്റെ മരിച്ച കാല് സൗഖ്യമാകും. ഡയബറ്റിക് കൊണ്ട് നശിച്ചുപോയ കാല് സൗഖ്യമാകും. നിന്റെ തലച്ചോറ് സൗഖ്യമാകും. എന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ വയ്ക്കും. നിന്റെ കല്ലായ ഹൃദയം മാറ്റി മാംസലമായ ഹൃദയം തരും. അടുത്ത വാചകം, ഞാൻ എൻ്റെ ചട്ടങ്ങളിൽ നിന്നെ നടക്കുമാറാക്കും. അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിക്കൂ, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിന്റെ ദൈവമാകും. ഈ വരുന്ന കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്തമായ വിധത്തിൽ ദൈവസഭകൾ അറിയപ്പെടും.
കത്തോലിക്കനും മർത്തോമക്കാരനും യാക്കോബക്കാരനും ബന്ധുക്കോസുകാരനും എല്ലാവരും ക്രിസ്ത്യാനി എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഒരു സീസൺ വരുക അത് ദൈവമക്കളാണ് ലോകം പറയുന്ന വിധത്തിൽ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം വേർപെടുന്നതിന് മുമ്പ് അവർ അടിമകളായിരുന്നു, അല്ലെങ്കിൽ യാക്കോബിന്റെ സന്തതികളായിരുന്നു, യാക്കോബിന്റെ വംശപാരമ്പര്യമായിരുന്നു. പക്ഷെ അവർ പുറപ്പെടുമ്പോഴുണ്ടല്ലോ അവർ ദൈവത്തിന്റെ മക്കളായിരുന്നു. എങ്ങനെയാ പറയുന്നേ? എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? എഴുതി വെച്ചോ, എൻ്റെ അപ്പച്ചൻ തൻ്റെ പുത്രനുമായി വരുമ്പോ, അല്ല യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുമ്പോ ദൈവജനത്തിന്റെ പേര് മാറിയിരിക്കും. ദൈവജനത്തെ വേറെ പേരിൽ അറിയപ്പെടും. നിന്റെ പേര് മാറിയിരിക്കും. ഞാനിത് എല്ലാവരോടും പറയുന്നേ. പക്ഷെ ആരാണോ റിസീവ് ചെയ്യുന്നത് അവരുടെ പേര് മാറുകയാണ്. അവരെ ദൈവ പൈതൽ എന്നറിയപ്പെടും, ദൈവ മനുഷ്യനെന്നറിയപ്പെടും, ദൈവ പൈതൽ എന്നറിയപ്പെടും, ദൈവ പൈതൽ എന്നറിയപ്പെടും, ദൈവ മനുഷ്യനെന്നറിയപ്പെടും, ദൈവ കുടുംബം എന്നറിയപ്പെടും. ഹല്ലേലൂയ. ഞാൻ ഈ ഹല്ലേലൂയ പറയുന്ന സമയത്ത് നിങ്ങളുടെ ശരീരങ്ങളിൽ അത് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇടിനാദം പോലെ ദൈവശക്തി ആവരിക്കട്ടെ. ഹല്ലേലൂയ. Now the power of the Spirit, Lord. Hallelujah. Rakatanara. ശരീരം വിറയ്ക്കുന്നത് പോലെ വ്യക്തികളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി. Hallelujah. Experience it. അനുഭവിക്കുക. Hallelujah. രണ്ടന കസല. നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും വീട് നിങ്ങൾ വീണിട്ട് അങ്ങോട്ട് നോക്കാതിരിക്കുക. ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. റിസീവ്, 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 റിസീവ്. അങ്ങോട്ട് നോക്കാതിരിക്കുക, ആരാധിക്കുക. റിസീവ്, റിസീവ്. ഇതാ എൻ്റെ കാലം, രഹസ്യങ്ങളുടെ കാലം, മർമ്മങ്ങളുടെ കാലം, രഹസ്യങ്ങൾ വെളിപ്പെടുന്ന കാലം, അതിരുകൾ ഇല്ലാതെയാകുന്ന കാലം, അതിരുകൾ ഇല്ലാതെയാകുന്ന കാലം. This is my season. യെശയ്യാ 59:21. നിന്റെ മക്കളിൽ നിന്ന് മാത്രമല്ല, നിങ്ങളുടെ മക്കളുടെ മക്കളുടെ മക്കളിൽ നിന്ന്, വായിൽ നിന്ന് എൻ്റെ വചനം നീങ്ങിപ്പോകത്തില്ല. ഇതൊരു പുതിയ കാലഘട്ടത്തിന്റെ ആരംഭമാണ്. A new season, new beginning. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതുപോലെ സകലരുടെ മേലും ഭീതി വരും. ഒരു നായയും കുരയ്ക്കത്തില്ലെന്ന് എഴുതി വച്ചിരിക്കുക. അവർ പുറപ്പെട്ടപ്പോൾ മിസ്രയീമിലെ ഒരു നായയും കുരച്ചില്ല. എന്താ സ്വർഗ്ഗം ഇത് എഴുതിയത്? ആ പക്ഷിമൃഗാദികൾ വരെ നിശബ്ദമായി അവരെ സല്യൂട്ട് ചെയ്തു. നിന്റെ പോക്ക്, നിന്റെ വരവ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കും. അതിനെ സല്യൂട്ട് ചെയ്യുന്ന വിധത്തിൽ ഫാദർ, ഈ പകൽ നീ ഞങ്ങൾക്ക് തന്ന ആത്മീയ ബോധ്യങ്ങൾക്കും നന്മകൾക്കുമായി നന്ദി. അവിടുത്തെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറച്ചുവല്ലോപ്പാ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോപ്പാ. നീ ഞങ്ങളോട് സംസാരിച്ച എല്ലാ ആത്മീയ അനുഭവങ്ങൾക്കും നന്ദി, സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാ വിധത്തിലും എല്ലാ മുഖത്തിലും ഇവരെ വ്യത്യാസമുള്ളവരാകട്ടെ. ഒരു പുതിയ മുഖം, ഒരു പുതിയ മുഖം, ഒരു പുതിയ ഓർഡർ സഭയിൽ വരുന്നതിന് നന്ദിയപ്പാ. താങ്ക് യു ജീസസ്. ഒരു പുതിയ മുഖം, ഒരു പുതിയ മുഖം, ഒരു പുതിയ ഓർഡർ സഭയിൽ വരുന്നതിന് നന്ദിയപ്പാ. ഇൻ ജീസസ് നെയിം.